ഓക്കെ, ഗുഡ് ഈവനിങ്. കേൾക്കാമല്ലോ? സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഓക്കെ, കുറച്ച് പേരൊക്കെ ജോയിൻ ചെയ്യുകയാണ്. പിന്നെ 2-3 ദിവസമായിട്ട് കുറച്ച് പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രോഗ്രാമിലായതുകൊണ്ട് ഞാൻ ഇന്ന് പറഞ്ഞു തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ ഡൗട്ട് കൂടി ലാസ്റ്റ് എന്ത് ചെയ്യണം, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം. കോമൺ ആയിട്ട് ചോദിച്ച ഡൗട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ ഓരോരുത്തർക്കും ആൻസർ കൊടുക്കാതിരുന്നത്. പിന്നെയെന്ന് വെച്ചാൽ എഴുതിയിട്ട് ചിലതൊന്നും എഴുതിയിട്ട് പറയുമ്പോൾ എന്ത് ചെയ്യില്ല, അങ്ങ് കറക്റ്റ് അങ്ങ് ക്ലിക്കാവില്ല. എഴുതി ഗ്രൂപ്പിലിട്ട് കഴിഞ്ഞാൽ പറയുമ്പോൾ കുറേയും കൂടി പെട്ടെന്ന് വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ എന്ത് ചെയ്യും, കുറേയും കൂടി പെട്ടെന്ന് എന്ത് ചെയ്യും, ക്ലിക്കാവും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കേട്ടോ, ഈ ക്വസ്റ്റ്യൻസാണ് കുറച്ച് പേർക്ക് ചോദിച്ചത്. ഈ ക്വസ്റ്റ്യൻസ് ഒത്തിരി പേര് ചോദിച്ചു, 37ാമത്തെ ക്വസ്റ്റ്യൻ. പിന്നെ ഇത് ചോദിച്ചിട്ടുണ്ട്, 1-2 പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇതും ചോദിച്ചിട്ടുണ്ട്, ഇതും. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻസ് ആയത് മുന്നേ ചോദിച്ചത്. ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ആയതൊക്കെ ഇട്ടിട്ടുണ്ട്, ഞാൻ ഏതാണെന്ന് കണ്ടിട്ടില്ല. അപ്പോൾ അത് കോർഡിനേറ്റർ ഇട്ടതാണ്. നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ചെയ്ത് നോക്ക്. നമുക്ക് നാളെ ഞാൻ എന്ത് ചെയ്യും, അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതിലില്ലാത്ത ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിക്കണം, കാരണം കുറച്ച് ജോയിൻ ചെയ്യുന്നേ ഉള്ളൂ, 17 ഉള്ളൂ. ഇതിൽ ഈ ക്വസ്റ്റ്യനിലില്ലേ, ഈ ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് കറക്റ്റ് തന്നെയാണ്, പക്ഷേ മലയാളത്തിൻ്റെ അതേ സാധനമല്ല ഇംഗ്ലീഷിൽ വന്നത്. ഇംഗ്ലീഷിൻ്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ഉണ്ട് ഇതിൽ. N ഈസ് എ കൗണ്ടിങ് നമ്പർ ഈഫ്, ഇവിടെ എന്ത് വേണമായിരുന്നു, 9n എന്ന് വേണമായിരുന്നു. ഇവിടെ ഇഫ് 9n ഈക്വൽ ടു, ഇവിടെ അല്ല, ഇവിടെ അതായത് മലയാളം ഭാഗത്ത് അതുണ്ട്, 9n എന്നുണ്ട്. അപ്പോൾ 9n ഈക്വൽ ടു 12456-72536. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഡാഷ് എന്നുള്ളതിൻ്റെ സ്ഥാനത്തുള്ള അക്ക ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കേട്ടോ, അത് ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെ ചെയ്യാമെന്നുള്ളത്. ഓക്കെ, ഏകദേശം എല്ലാവരും വന്നോ? ഇനി സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അവർ നിങ്ങളെ കോർഡിനേറ്റർ ഇടും ക്വസ്റ്റ്യൻസ്, അവരെങ്ങനെയല്ല ഇടും. കാരണം നിങ്ങൾ ചെയ്ത് നോക്കണം. ഒരാഴ്ചത്തൊക്കെ ഗ്യാപ്പ് വന്നാൽ തന്നെ എന്ത് ചെയ്യും, അവർ നിങ്ങളൊരു കാൽക്കുലേഷൻ സ്കില്ലൊക്കെ കുറഞ്ഞു പോകും പെട്ടെന്ന്. റെഡി? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ജോയിൻ ചെയ്യുന്നവർ എന്ത് ചെയ്യുക, റെക്കോർഡ് ക്ലാസ് കാണട്ടെ. 5 മിനിറ്റായില്ല. ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് വലിയ ടോപ്പിക്കൊന്നുമല്ല, ഒരു കുഞ്ഞു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ഒരു ഡൗട്ടൊക്കെ കുറേയും കൂടി എന്ത് ചെയ്യാം, ഒന്ന് ക്ലിയർ ചെയ്യാനുള്ളൊരു സെഷനും കൂടി നമുക്ക് കിട്ടും ലാസ്റ്റ്. ഇപ്പോൾ ഈ ടോപ്പിക്ക് ഏതാണെന്ന് വെച്ചാൽ പ്രോഗ്രഷൻ. ഓക്കെ, സൗണ്ടിന് പ്രശ്നമില്ലല്ലോ, ഞാനിവിടെ ഫാൻ ഇട്ടുകൊണ്ട് സൗണ്ടിനൊന്നും കുഴപ്പമുണ്ടോ എന്ന് ഡൗട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. സൗണ്ട് പ്രശ്നമില്ലല്ലോ? അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് പ്രോഗ്രഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, പ്രോഗ്രഷൻ എന്താ? പ്രോഗ്രഷനിൽ അതായത് തുടർച്ചയായിട്ട് പോകുന്ന സംഖ്യകളാണ് എന്ത്, പ്രോഗ്രഷൻ. സമാന്തര ശ്രേണി എന്നൊക്കെ പറയും നമ്മൾ. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്നാണ് ഇതിന് പറയുക. പല ടൈപ്പ് പ്രോഗ്രഷൻ ഉണ്ട്. നിങ്ങൾക്ക് ചോദിക്കുന്നത് ശരിക്കും പ്രോഗ്രഷൻ എന്നുള്ള ഭാഗത്തൊരു ക്വസ്റ്റ്യൻ ഒന്ന് മെയിനായിട്ട് അത് എന്നുള്ള ചോദ്യം ഒന്നും ചോദിക്കില്ല. അതെന്നല്ല, ഇത് വെച്ച് തന്നെ എന്ത് ചെയ്യണം, സോൾവ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളാണ്. പല രീതിയിൽ പല ചെറിയ ഷോർട്ട് കട്ടുകൾ ഉപയോഗിച്ചൊക്കെ പലപ്പോഴും കാണാൻ പറ്റാറുണ്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ എന്താ സമാന്തര ശ്രേണി എന്നുള്ളത് നിങ്ങൾ എന്തായാലും മനസ്സിലാക്കി വെക്കണം. സമാന്തര പ്രോഗ്രഷൻ അല്ലെങ്കിൽ സമാന്തര ശ്രേണി എന്ന് വെച്ചാൽ എന്താ, തുടർച്ചയായിട്ട് പോകുന്ന സംഖ്യകളാണ്. തുടർച്ചയായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് തൊട്ടടുത്ത 2 സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും, എപ്പോൾ തുല്യമായിരിക്കും. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എന്താ പറയാൻ നമുക്ക് നോക്ക്, 5. അടുത്ത് ഞാൻ 2 കൂട്ടി 7. അപ്പോൾ ഇനി 2 തന്നെ കൂട്ടിയിട്ട് പോകണം. അപ്പോൾ എത്ര വരും, 9, 11, 13 ഇങ്ങനെ പോകുന്ന സൈഡ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, ഒരു സമാന്തര പ്രോഗ്രഷനാണ്, അല്ലെങ്കിൽ സമാന്തര ശ്രേണി എന്ന് പറയാം. ക്ലിയർ ആണ്? അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിനും തൊട്ടടുത്തുള്ള 2 നമ്പർ എടുത്താൽ എപ്പോഴും എന്തായിരിക്കും, ഡിഫറൻസ് തുല്യമായിരിക്കും. ഇപ്പോൾ 5, 7 തമ്മിലുള്ള ഡിഫറൻസ് 2, 7, 9 തമ്മിലുള്ള ഡിഫറൻസ് 2, 11, 13 തമ്മിലുള്ള ഡിഫറൻസ് 2. ഓക്കെ, അപ്പോൾ ഇത് പല ടൈപ്പും ഉണ്ട്. പല ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ ഡിഫറൻസ് ഒക്കെ വരാം. ഇപ്പം ഞാൻ 5, ഓക്കെ, 5 കഴിഞ്ഞിട്ട് 15. അപ്പോൾ അടുത്ത് എത്രയായിരിക്കും? അല്ല, 5 കഴിഞ്ഞിട്ട് 15 ആകുമ്പോൾ എത്ര കൂട്ടിയിട്ടുണ്ട് ഇവിടെ? 10 കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ 15 ആയി. ഇനിയിപ്പോൾ 10 തന്നെ കൂട്ടിയിട്ടായിരിക്കും സമാന്തര പ്രോഗ്രഷനായിട്ട് പോകേണ്ടത്. അപ്പോൾ 25, 35 ഇങ്ങനെ പോകും.
ഓക്കെ. ഇങ്ങനെ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം തുല്യമായിട്ട് പോകുന്ന ആ ഒരു ശ്രേണി, അതാണ് സമാന്തര ശ്രേണി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിലെല്ലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എല്ലപ്പോൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ തുക കാണാനാണ്. വേറൊന്നും ഇതിൽ നിങ്ങൾക്ക് കാണാനില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങളൊരു സിലബസിൽ ഒരിക്കലും സമാന്തര ശ്രേണി വരുന്നില്ല. അതാണ് 10ാം ക്ലാസ്സിലൊക്കെയാണ് സമാന്തര ശ്രേണി വരുന്ന ഒരു ടോപ്പിക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഈ കാര്യങ്ങളൊന്നും പഠിക്കാതെ തന്നെ നിങ്ങൾക്ക് മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും, തുകകൾ കാണാൻ പറ്റും. അതെങ്ങനെയാണ് കാണുമെന്ന് വെച്ചാൽ അല്ലേ, എന്താ അറിയാമെന്നറിയോ നിങ്ങൾക്ക് ശരാശരി എന്നുള്ള ടോപ്പിക് എടുത്തിട്ടുണ്ട് അല്ലേ. ശരാശരി ആ ഒറ്റ സംഭവം അറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാണാം, തുക കാണാം. ശരാശരി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു എപ്പോഴും തുക ഡിവൈഡ് ബൈ തുക ഡിവൈഡ് ബൈ എണ്ണാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് ശരാശരി അറിയെങ്കിൽ എപ്പോഴും പെട്ടെന്ന് തുക കണ്ടുപിടിക്കാം. അപ്പം ശരാശരിയും എണ്ണവും തമ്മിൽ എന്ത് ചെയ്താൽ മതി, ഗുണിച്ചാൽ മതി. അപ്പോൾ തുക കിട്ടാൻ എപ്പോഴും ശരാശരിയും എണ്ണവും തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, തുക കിട്ടും. ഈ ഒരു കാര്യം അറിയാൻ തന്നെ നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് ചോദിക്കുന്ന എല്ലാ ഈ സീരീസുമായിട്ട് ബന്ധപ്പെട്ട തുക കാണുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ശരാശരി കാണാൻ നമ്മൾ 2 മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. എപ്പോഴാണെങ്കിൽ തുടർച്ചയാണെങ്കിൽ നമ്മൾ സമാന്തര ശ്രേണി എന്ന് വെച്ചാൽ തന്നെ എന്താണ്, തുടർച്ചയായിട്ട് വരുന്ന സംഖ്യ അല്ലേ. അപ്പോൾ തുടർച്ചയായിട്ട് വരുന്ന സംഖ്യകളുടെ ശരാശരി കാണാൻ നമ്മൾ 2 മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമ്പർ ബൈ 2. ഇതാണ് ഇത് വരെ എളുപ്പമുള്ളൊരു മാർഗ്ഗമാണ്. കാരണം തുടർച്ചയായിട്ട് കണ്ടാൽ തന്നെ ഫസ്റ്റ് നമ്പറും ഏകദേശം നമുക്ക് കിട്ടും, ലാസ്റ്റ് നമ്പർ കിട്ടും. ആ രണ്ടും കൂട്ടി 2 ഡിവൈഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് എന്തറിഞ്ഞാലും മതി, മിഡിൽ നമ്പർ അറിഞ്ഞാൽ മതി കേട്ടോ. ഓർത്തോക്കണേ, ഈ 2 കാര്യങ്ങൾ ഇപ്പോൾ ഓർത്തോക്കണേ. മിഡിൽ നമ്പർ അറിഞ്ഞാൽ മതി. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 2, ഇപ്പോൾ ഫസ്റ്റ് നമ്പറും ലാസ്റ്റ് നമ്പറും കൂട്ടി 2 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് എന്തായിരിക്കും, ആ ശ്രേണിയുടെ ശരാശരിയാണ്. മിഡിൽ നമ്പർ കണ്ടാലും അതിൻ്റെ ശരാശരിയാണ് കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ ശരാശരിയും എണ്ണവും കിട്ടിയാൽ നിങ്ങൾക്ക് എന്ത് മാത്രം ഗുണിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും, തുക കിട്ടും. ക്ലിയർ ആണ്. നിങ്ങൾക്ക് വേറെ ഇക്വേഷൻസ് ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഒത്തിരി ഇക്വേഷൻസ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന നന്നായിട്ട് അറിയണേ. പലരും പിന്നെ n+1 n² ഇങ്ങനെയൊക്കെ ഇക്വേഷൻസ് പഠിച്ചു നോക്കും. ഇത് എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നല്ല ഒരു ഐഡിയ ഇല്ലെങ്കിൽ അതിൽ നിങ്ങൾ എന്ത് ചെയ്യും, അവിടെ തെറ്റിപ്പോകും. ഓക്കെ. അപ്പോൾ ഇക്വേഷൻസ് പഠിച്ചു വെക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. നല്ല ഓർമ്മ ശക്തി ഉണ്ട് നിങ്ങൾക്ക്. ഡിഫറൻസ് കാണാനല്ലേ സാർ, ഡിഫറൻസ് കാണാനാണോ ഈ ഇക്വേഷൻ? ഫസ്റ്റ് നമ്പർ പ്ലസ് ലാസ്റ്റ് അത് ബൈ 2 അല്ല, ഡിഫറൻസ് കാണാനല്ല, ശരാശരി കാണാൻ. ശരാശരി ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല? ശരാശരി എടുക്കുമ്പോൾ ആവറേജ് ഇല്ല, ക്ലാസ്സിൽ കയറാൻ പറ്റില്ല സാർ. ആവറേജ് കാണണേ, ആവറേജ് ടോപ്പിക്ക് കാണണം. അത് റെക്കോർഡ് ഇട്ടിട്ടുണ്ടാവും, അന്നത്തെ ലൈവിൻ്റെ ഇട്ടിട്ടുണ്ടാവും. അങ്ങനെയാണ് നിർബന്ധമാണല്ലോ. കാരണം ഞാൻ പറഞ്ഞു, ആ ആവറേജ് എന്നുള്ള ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ അതിലേക്ക് ഇൻക്ലൂഡ് ആവും. ഈ പ്രോഗ്രഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ചോദിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് നമ്പറും ലാസ്റ്റ് നമ്പർ കൂട്ടി 2 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് നമുക്ക് ശരാശരിയാണ്. ഓക്കെ. ഇപ്പം ഞാൻ ഒരൊറ്റ എക്സാമ്പിൾ പറഞ്ഞത്, എന്നാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പം 5, ഓക്കെ, 5, 10, 15 എന്നിട്ട് അവരിങ്ങനെ എക്സെട്ര ഇട്ടു. ഓക്കെ. എന്നിട്ടൊരു +50. അപ്പോൾ ഇതിൻ്റെ തുക കാണണം. ഓക്കെ. ഇതിൻ്റെ തുക കാണണം. അപ്പോൾ ഇതിൻ്റെ തുക കാണാൻ നിങ്ങൾക്ക് ചിലരൊക്കെ ചെയ്യാന്ന് വെച്ചാൽ 50 വരെ കൂട്ടും. 5, 10, 15, 20, 25, 30, 35 എന്ന് എഴുതിയിട്ടൊക്കെ കൂട്ടും. അത് ഇത്ര നമ്പർ ആയതുകൊണ്ട്. ഇതിനിപ്പോൾ 500 ആണെങ്കിൽ നിങ്ങൾ അവിടെ പെട്ടു. അപ്പോൾ 500 ആണെങ്കിൽ 500 വരെ കൂട്ടാനൊന്നും നടക്കില്ല. അപ്പോൾ ഇതിൽ കൂട്ടാൻ പല മെത്തേഡുകളുണ്ട്. സമാന്തര പ്രോഗ്രഷൻ്റെ മെത്തേഡ് ഉണ്ട്. പക്ഷേ ഏറ്റവും നല്ല മെത്തേഡ് നിങ്ങൾ ഓൾറെഡി പഠിച്ചൊരു മെത്തേഡാണ് എന്ത്, ശരാശരി വെച്ചിട്ട് കൂട്ടുന്നത്. അപ്പോൾ തുക എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, അന്നേരം നിങ്ങൾക്ക് ഓർമ്മ വരണം, തുടർച്ചയായ സംഖ്യകൾ കാണുമ്പോൾ തന്നെ ഓർമ്മ വരണം. തുക എന്ന് പറയുന്നത് ശരാശരി ഇൻറ്റു എണ്ണാണ്. തുടർച്ചയായ സംഖ്യകളുടെ ശരാശരി കാണാൻ വളരെ എളുപ്പമാണ്. ഫസ്റ്റ് നമ്പറും ലാസ്റ്റ് നമ്പറും കൂട്ടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ ആണേ. ഫസ്റ്റ് നമ്പറും ലാസ്റ്റ് നമ്പറും കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ആണെങ്കിൽ എത്ര ഉണ്ടാവും, ഇതിൻ്റെ ശരാശരി 5ഉം 50ഉം കൂട്ടാം. എത്ര വരുമോ, 55/2 ഉണ്ടാവും. അപ്പോൾ എത്ര ഉണ്ടാവും, 27.5 ഇതിൻ്റെ ശരാശരി. അപ്പോൾ ഇതിൻ്റെ തുക കാണാൻ എന്ത് ചെയ്താൽ മതി, 27.5നെ ഏതുകൊണ്ട് ഗുണിച്ചാൽ മതി. ഇതിൻ്റെ എത്ര എണ്ണം നിങ്ങൾ 5, 10, 15 എത്ര എണ്ണം ഉണ്ട്, 10 എണ്ണം. 5, 10 ഇതൊക്കെ ചെറുതാണ്. വലുത് കുറേ എണ്ണം വരുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു ട്രിക്ക് പറഞ്ഞുതരാം, കാണാൻ പറ്റും.
അപ്പം 5, 10, 15, 50 വരെ നിങ്ങൾക്ക് പേരലിലൊന്ന് കൂട്ടി വെക്കാം. 5, 10, 15, 20, 25. അപ്പോൾ തന്നെ എത്രയായി? 5 എണ്ണമായി. 30, 35, 40, 45, 50. അപ്പോൾ 10 എണ്ണം. അപ്പോൾ 10 കൊണ്ട് ഗുണിച്ചാൽ 27 എണ്ണം കാണാൻ ഏത് ഇക്വേഷനാണ് ഒന്നുകൂടി പറഞ്ഞേ? a+n-1 അതെ, a+n-1 വെച്ചിട്ട് ചെയ്യാം. ആ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം. അതായത് an എന്ന് പറയുന്നത് എത്രാമത്തെ ടേമാന്ന് കാണുന്നതാണ്. എത്രാമത്തെ ടേമാന്നുള്ളത് കണ്ടുപിടിച്ചാൽ മതി. a എന്ന് പകരം 5ഉം ഡിക്ക് പകരം ഇതിൻ്റെ കോമൺ ഡിഫറൻസ് 5ഉം കൊടുത്താൽ മതി. ഓക്കെ, അത് കിട്ടും. അപ്പോൾ ഇത് ഇത്ര കോംപ്ലിക്കേഷനിൽ പോകണ്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം പറയാത്തത്. അപ്പോൾ 27.5 10 ഗുണിക്കുക എത്ര ഉണ്ടാവും? 275. അപ്പോൾ 275 എന്ത്? ഇതിൻ്റെ തുക. ഓക്കെ, ഇത് ക്ലിയർ ആണെന്ന് പറഞ്ഞേ. ഇത് ക്ലിയർ ആവാത്തവരുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യും, കാരണം നിങ്ങൾക്ക് മനസ്സിലാവണം. കാരണം ഇത് ഏകദേശം ക്വസ്റ്റ്യൻ വരും. ഒന്നെങ്കിൽ ഇത് ശരാശരിയിൽ ചോദിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശ്രേണിയിൽ ചോദിക്കും. അത് ഏകദേശ കാര്യം ഉറപ്പാണ്. ഏതിലാണ് ചോദിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒന്നെങ്കിൽ ശരാശരി, അല്ലെങ്കിൽ ഇതുപോലെ ശ്രേണിയുടെ തുക കാണാൻ വേണ്ടിയിട്ട്. ഓക്കെയാണ്. അപ്പോൾ ശരാശരി കിട്ടിയാൽ എന്ത് ചെയ്താൽ മതി? എണ്ണം കൊണ്ട് ഗുണിച്ചാൽ തുക കിട്ടും. അപ്പോൾ തുക ചോദിച്ചാലും ശരാശരി ചോദിച്ചാലും നിങ്ങൾക്ക് ആദ്യം മൈൻഡിൽ വരേണ്ടത് തുടർച്ചയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. തുടർച്ചയാണെങ്കിൽ നമുക്ക് 2 സിമ്പിളായിട്ടുള്ള മെത്തേഡുകളുണ്ട്. ഒന്നെങ്കിൽ ഇതിൻ്റെ മിഡിൽ നമ്പർ കണ്ടാൽ മതി. മിഡിൽ നമ്പർ ഒറ്റയടിക്ക് കാണാൻ പറ്റുന്നതിൻ്റെ കണ്ടാൽ മതി. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് മിഡിൽ നമ്പർ ഒറ്റയടിക്കുന്ന ഒന്നെങ്കിൽ എഴുതി നോക്കേണ്ടി വരും. ഇവിടെയൊക്കെ ചിലപ്പോൾ ഒന്നും ഒറ്റയടിക്ക് കിട്ടില്ല മിഡിൽ നമ്പർ. അപ്പോൾ ആദ്യത്തതും ഫസ്റ്റിലത്തതും ലാസ്റ്റത്തതും കൂട്ടാം. 5, 55 കൂട്ടി 2 കൊണ്ടായിരിക്കുക. അപ്പോൾ 27.5 കിട്ടി. അപ്പോൾ ശരാശരി 27.5 ആയതുകൊണ്ട് ശരാശരിയെ എണ്ണം കൊണ്ട് ഗുണിച്ച് 10 കൊണ്ട് ഗുണിച്ചപ്പോൾ 275 എന്ത് കിട്ടിയത്? തുക കിട്ടിയത്. ഇനി ഇതിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. കാരണം ഈ ആ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്. ഒന്നാമത്തെ ചിലത് നമ്മൾ ശരാശരി ചെയ്തിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഞാൻ ഒന്ന് കാണിച്ചു തരാം ഫുള്ളായിട്ട്. ഇത് നിങ്ങൾക്കറിയാലോ, 1 മുതൽ 100 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ ശരാശരി. ഇത് പല രീതിയിൽ ചോദിക്കാം. 1 മുതൽ 100 വരെയുള്ള ഒറ്റ സംഖ്യ ചോദിക്കാം, 1 മുതൽ 100 വരെയുള്ള ഇരട്ട സംഖ്യ ചോദിക്കാം. ഓക്കെ, എങ്ങനെ ചോദിച്ചാൽ ചെയ്യാൻ ഇതറിയണം. 1+99 യെസ്. അപ്പോൾ ഇത് നോക്കി തുടർച്ചയാണോ നോക്കി നിങ്ങൾ. ആ തുടർച്ചയാണോ? ശരിയാണ്, തുടർച്ചയാണ്. കാരണം 1, 3, 5 എന്ന് പറഞ്ഞിട്ട് പോകും. അവസാനം 100 വരെ എന്ന് പറഞ്ഞാൽ 100 എത്തൂല, കാരണം ഒറ്റ സംഖ്യയാണ് പറയുന്നത്. അപ്പോൾ 99 വരെ എത്തും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ തുകയാണ് നമുക്ക് ഇവിടെ കാണേണ്ടത്. 1, 3, 5 മുതൽ 99 വരെയുള്ള സംഖ്യയുടെ തുക. അങ്ങനെയാണ് നിങ്ങൾ ശരാശരി പറഞ്ഞേ. ശരാശരി 50. ശരാശരി 50. ഇത് നോക്കിയേ, 99 + 1 100 ഉണ്ടാവും. 100/2 കേട്ടോ, ഞാൻ പെട്ടെന്ന് ചെയ്യുന്നതാണേ. 100/2 എന്ന് പറയുമ്പോൾ 50 കിട്ടും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ശരാശരി കാണാനാണ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി, ഇവിടുത്തെ ആൻസർ കിട്ടി. ഇനി എങ്ങനെ ഇത് തുക കാണാനാണ് ചോദിച്ചെങ്കിലോ നിങ്ങൾ എന്ത് ചെയ്യണോ? ഈ ശരാശരിയെ എത്ര കൊണ്ട് ഗുണിക്കണോ? എണ്ണം കൊണ്ട്. അപ്പോൾ ഇത് എത്ര എണ്ണം ഇട്ട് എങ്ങനെ കണ്ടുപിടിക്കോ? ഈ ഫസ്റ്റ് തൊട്ടേ തുടങ്ങുന്നതിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഞാൻ പറഞ്ഞുതരാം, ട്രിക്ക് പറഞ്ഞുതരാം. നോക്ക്, നിങ്ങളെ ആദ്യത്തെ വെച്ച് കമ്പയർ ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. ഇപ്പോൾ 2, 4, 6 ഇത് നിങ്ങൾക്ക് കുറേ കൂടി പെട്ടെന്ന് കിട്ടും. 2, 4, 6, 8 ഞാൻ പറഞ്ഞു ഇങ്ങനെ പോയി അവസാനത്തിലായി 90 അപ്പോൾ ഇത് എത്ര സംഖ്യ ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ പറയാം? എത്ര സംഖ്യ ഉണ്ടാവും? ഇത് 45. കാരണം എന്താ നോക്ക്, ആദ്യത്തെ സംഖ്യ എന്ന് പറയുമ്പോൾ 1ൻ്റെ ഇരട്ടി അല്ലേ. ഇത് 2 എണ്ണം, 2ൻ്റെ ഇരട്ടി 4. അപ്പോൾ മൂന്നാമത്തെ സംഖ്യ എന്ന് പറയുമ്പോൾ 3ൻ്റെ ഇരട്ടിയാണ്. അപ്പോൾ നാലാമത്തെ സംഖ്യ എന്ന് പറയുമ്പോൾ 4ൻ്റെ ഇരട്ടിയാണ്. അപ്പോൾ 90 എന്ന് പറയുമ്പോൾ 45ാമത്തെ സംഖ്യ ആയിരിക്കും, ആണല്ലോ. 45ൻ്റെ ഇരട്ടിയല്ലേ 90 വരുന്നത്. അപ്പോൾ 1, 2, 3, 4 മുതൽ 45 സംഖ്യകൾ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ 2, 4, 6, 8 മുതൽ 90 വരെ എത്ര സംഖ്യ ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ കിട്ടും? ഇരട്ട സംഖ്യകളാണ് നേരെ. ഇങ്ങനെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇക്വേഷൻ പഠിക്കണ്ട. ഇക്വേഷൻ എന്ന് വെച്ചാൽ n/2 എന്നൊക്കെയാണ് ഇതിൽ ചെയ്യുക. പക്ഷേ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺസെപ്റ്റ് മറന്നു പോകും. കൺസെപ്റ്റ് ഓർത്ത് വെക്കുന്നതാണ് നല്ലത്. ക്ലിയർ ആണ്? അപ്പോൾ ഞാൻ പറഞ്ഞെന്താ, ഇരട്ട സംഖ്യകളാണെങ്കിലുള്ള കേസ് എന്താ, ജസ്റ്റ് 1, 2 എഴുതി നോക്കുക. എങ്ങനെ കണ്ടുപിടിക്കാന്നല്ല. 2, 4, 6 എങ്ങനെ കിട്ടുന്നത്? അതിൻ്റെ പൊസിഷൻ ഏതാ നോക്കുക. 1 ഗുണിച്ചാൽ 1ൻ്റെ ഇരട്ടി 2, 2 2ൻ്റെ ഇരട്ടി 4, 3 3ൻ്റെ ഇരട്ടി 6. അപ്പോൾ ലാസ്റ്റ് നമ്പർ 90 ആണെങ്കിൽ 45 ഇരട്ടി. ലാസ്റ്റ് നമ്പർ 100 ആണെങ്കിൽ 50 ആണിക്കും, 50ൻ്റെ ഇരട്ടിയാണ് 100. അപ്പോൾ 50 സംഖ്യകൾ ഉണ്ടാവും. ഇനി ഒറ്റ സംഖ്യകളാണെങ്കിലോ, ഇത് ഒന്നുകൂടി ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ഒറ്റ സംഖ്യകളുടെ കേസ് 1, 3, 5 എന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ പോവാണ്. ഓക്കെ, 1, 3, 5 തുടങ്ങിയിട്ട് ഞാൻ പറയാം 99. നമ്മുടെ കേസ് തന്നെ ആയിക്കോട്ടെ 99.
അപ്പോൾ ഇവിടെ നോക്ക്, 1 കിട്ടുന്ന എങ്ങനെയാ, 3 കിട്ടുന്ന എങ്ങനെയാ? ഇത് ഒന്നാമത്തെ പൊസിഷനിലുള്ള നമ്പർ, ഇത് രണ്ടാമത്തെ പൊസിഷനിലുള്ള നമ്പർ, ഇത് മൂന്നാമത്തെ പൊസിഷനിലുള്ള നമ്പർ. 2 കൂട്ടിണ്ട് ആഡ് ചെയ്യാം, 2 ആഡ് ചെയ്തിട്ട് അല്ല, 2 ആഡ് ചെയ്യാം. അപ്പൊ ഞാൻ അടുത്ത നമ്പർ 7 എഴുതി. ഇനി അടുത്ത 7 അല്ലേ വരിക? അപ്പൊ അവിടെ 7, അപ്പൊ 2 ആഡ് ചെയ്താ 7 ആകുമ്പോ ഇവിടെ 4, 2 കൂട്ടി അല്ല. നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാ? നോക്കി നോക്ക്, മൾട്ടിപ്പിൾ ആയി വരിക. മൾട്ടിപ്പിൾ ഇരട്ടി എടുത്തിട്ട് എന്താ ചെയ്യേണ്ടത് നോക്കിയാൽ മതി. 4ാമത്തത്, 5ാമത്തത് ഇരട്ടി എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി? ഒന്ന് കുറക്കുക. നിങ്ങൾ നോക്കി നോക്കുക, എല്ലാത്തിൻ്റെ എന്തായിരിക്കും ആ പൊസിഷൻ. ഇപ്പൊ 3ാമത്തെ ഒറ്റ സംഖ്യ കിട്ടണ എന്ത് ചെയ്താൽ മതി? 3ന്റെ ഇരട്ടി എടുക്കും, 6. നേരെ 1 കുറക്കുക, എത്രയാണ്? 5. ഓക്കെ. ഇനി 5ാമത്തെ ഒറ്റ സംഖ്യ കിട്ടണം, എന്ത് ചെയ്താൽ മതി? 5ന്റെ ഇരട്ടി എടുക്കുക, 10. 1 കുറക്കുക. ഓക്കെ, 9. ഇനി ഒരു കാര്യപ്പെട്ട 25ാമത്തെ ഒറ്റ സംഖ്യ കിട്ടണം എന്നായിരിക്കും. ഇപ്പൊ 25ാമത്തെ ഒറ്റ സംഖ്യ എത്ര ആയിരിക്കും? 25ന്റെ ഇരട്ടി 25ന്റെ ഇരട്ടി 50. 50 1 കുറക്കുക, എത്രയാ? 49. അപ്പൊ നിങ്ങൾ നോക്കി, 99 ഏതിൻ്റെതായിരിക്കോ? എത്രാമത്തായിരിക്കോ? 50ാമത്തതായിരിക്കും. കാരണം 50ന്റെ ഇരട്ടി 100 വരും. പിന്നെ എന്താ? 11 ശരിയല്ലേ പറഞ്ഞത്? 50 റെഡിയാ. 50ന്റെ ഇരട്ടി 100, 100 1 കുറക്കുക, അപ്പൊ എത്ര വരും? 99. കറക്റ്റാ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, 1 മുതൽ 99 വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ട്? 50 ഒറ്റ സംഖ്യകൾ. നിർബന്ധമാണേ, ഈ ഒറ്റ സംഖ്യകൾ തന്നെയായിരിക്കും മിക്കവാറും നിങ്ങളോട് ചോദിക്കുക. ഇതേ നിങ്ങൾ തെറ്റിക്കാനുള്ള ചാൻസ് ഉള്ളൂ, ഞാൻ കാണുന്നുള്ളൂ. ക്ലിയർ ആണേ? അപ്പോൾ 1 മുതൽ 99 വരെ. ഇനി ചിലപ്പോൾ അവർ ചോദിക്കുന്നത് 1 മുതൽ 101 വരെ എത്ര ഒറ്റ സംഖ്യ ഉണ്ടെന്നാ ചോദിച്ചെങ്കിലോ? 51. എത്ര ഉണ്ടാവും? 51. നിങ്ങൾ 51 എടുത്ത് നോക്കുക. 51 നോക്കി, 51ന്റെ ഇരട്ടി എത്ര ഉണ്ട്? 51ന്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 102. അപ്പോൾ 102 1 കുറച്ചാൽ 101 അല്ലേ? 101. ഓക്കെ. ഇവിടെ തന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഇപ്പം നിങ്ങളോട് ചോദിക്കുകയാണ്, എത്ര 2 അക്ക ഒറ്റ സംഖ്യകളെന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? 2 അക്കം 2 മുതൽ 100 വരെ 2 അക്കമായിരിക്കണം. 2 അക്കം എന്ന് വെച്ചാൽ നല്ല വ്യത്യാസമുണ്ട്. ഇരട്ടയും 2 അക്കം നല്ല വ്യത്യാസമുണ്ട്. ഇരട്ട എന്ന് വെച്ചാൽ ഇരട്ട സംഖ്യകളാണ്. 2 അക്കം എന്ന് വെച്ചാൽ 10 മുതൽ സ്റ്റാർട്ട് ചെയ്യണത്. അതെ, ഒറ്റ സംഖ്യകളാകുമ്പോ ഏത് മുതൽ സ്റ്റാർട്ട് ചെയ്യും? 10 മുതൽ 98 വരെ. ആദ്യത്തെ 2 അക്കം ഏതാ വരുക? ഒറ്റ സംഖ്യ 11. പിന്നെ ലാസ്റ്റോ 100 വരെ ആണെങ്കിൽ 99. ഓക്കെ. അപ്പൊ എത്ര എണ്ണം ഉണ്ടാവും? അത് നമുക്ക് സിമ്പിളായിട്ട് കണക്കാക്കാൻ പറ്റുന്നത് 1 മുതൽ 99 വരെ വേഗം കണക്കാക്കാം. നിങ്ങൾക്ക് ഇപ്പൊ കണ്ടതല്ല. എത്ര എണ്ണം ഉണ്ടായിരുന്നു 1 മുതൽ 99 വരെ? 50 എണ്ണം. അപ്പോ ആ 50 എണ്ണത്തിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? 11ന് താഴെയുള്ള ഒറ്റ സംഖ്യകളും കുറച്ച് കഴിഞ്ഞാൽ പോരാ? റെഡിയാണ്? 50 എണ്ണാണ് 1 മുതൽ 99 വരെ കിടക്കുന്നത്. 50 എണ്ണം. അപ്പൊ 1 മുതൽ 11 വരെയുള്ള, അതായത് അപ്പൊ എത്ര ഉണ്ടാവും? 1 3 5 7 9 എത്ര എണ്ണം ഉണ്ട്? ഈ ആദ്യത്തെ 5 എണ്ണം ഒഴിവായി കഴിഞ്ഞാൽ അപ്പൊ -5 ചെയ്യാം. 5 എണ്ണം ഒഴിവായി കഴിഞ്ഞാൽ 45 എണ്ണം ഉണ്ട് അല്ലെ? 45 എണ്ണം എന്തുണ്ട്? ഇരട്ട 2 അക്ക സംഖ്യകളായിട്ടുള്ള ഒറ്റ സംഖ്യകൾ. അതായത് 11 മുതൽ 99 വരെ ചോദിച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം? ഇങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ ആ മെത്തേഡുകളൊക്കെ ഒന്ന് അറിയണേ. എല്ലാം ഇപ്പം അങ്ങനെ തന്നെ കൺവെൻഷനലായിട്ട് ചിന്തിക്കരുത്. അപ്പം ടോട്ടൽ കണ്ടിട്ട് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി കിട്ടും എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വരണം. അത് ആ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക്, അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അപ്പൊ ഇവിടെ എത്ര ഉണ്ടാവും? പറയാവോ? മനസ്സിലായില്ല. ഇപ്പൊ പറഞ്ഞത് എന്താന്ന് വെച്ചാല് നോക്ക്, 99 എന്ന് പറയുന്നത് എത്രാമത്തെ സംഖ്യയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് 50ാമത്തെ സംഖ്യയാണെന്ന് അറിഞ്ഞാലല്ലേ 99 ചെയ്യാൻ പറ്റത്തുള്ളൂ.
ഇപ്പൊ സാറ് പറഞ്ഞ ആ ഒരു മെത്തേഡിലാണെങ്കിൽ ആ ഇപ്പൊ 50ാമത്തെ സംഖ്യ നമ്മൾ എന്ത് ചെയ്യുന്നു മൈൻഡിൽ വെക്കുന്നു 99 എന്ന് പറയുന്ന 50ാമത്തെ സംഖ്യയാണ് എന്ന് വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ ഓക്കെ ഫൈൻ, ഇരട്ടി എടുത്തിട്ട് ഒന്ന് കുറയ്ക്കുന്ന പോലെ വരുന്നു. ഇനി അങ്ങനെയല്ല 99 എന്ന് പറയുന്നതിന്റെ എത്രാമത്തെ സംഖ്യയാണെന്ന് കണ്ടുപിടിക്കുന്ന മെത്തേഡ് സാറ് പറഞ്ഞില്ലല്ലോ, എനിക്കത് മനസ്സിലായില്ല. ഇതില് നോക്ക് 99 ഇപ്പൊ 50ാമത്തെ ഒറ്റ സംഖ്യയാണെന്ന് കണ്ടുപിടിക്കുന്നതാണ് ഇപ്പൊ പറഞ്ഞത്. ഇപ്പൊ സാർ 99 ഇട്ടിട്ട് 37ന്റെ ഒന്ന് പറയാമോ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? 1, 3, 5 മുതൽ 37 വരെയുള്ള സംഖ്യയുടെ ഒന്ന് പറഞ്ഞേ. നോക്ക് 37, നമുക്ക് ഈ 37 1, 3, 5 തുടങ്ങുന്നുണ്ട്. ഓക്കെ, 1, 3, 5 37 വരെ പോകുന്നുണ്ട്. അപ്പൊ എത്ര ഒറ്റ സംഖ്യ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ഈ 37 വരെ എത്ര എണ്ണം വന്നിട്ടുണ്ടെന്ന്. ഒറ്റ സംഖ്യ കണ്ടുപിടിക്കാനുള്ള നമ്മളെ മെത്തേഡ് എന്താ? എത്രാമത്തെ സംഖ്യ ഉള്ളത് നോക്കിയാൽ ഇപ്പൊ 3ാമത്തെ സംഖ്യ എന്ന് പറയുന്നത് എന്താ? 3ന്റെ ഇരട്ടി എടുക്കുക, ഒന്ന് കുറക്കുക. അപ്പൊ 3ന്റെ ഇരട്ടി 6, 6 1 കുറച്ചാൽ 5 കിട്ടും. അപ്പൊ ഇവിടെ 37 അങ്ങനെ വരുന്ന എത്ര പൊസിഷൻ ഏതാ നോക്കിയാൽ മതി. ക്ലിയർ ആണ്. അതിലും എളുപ്പത്തിൽ തിരിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 5 ഇവിടെ 5 + 1 ചെയ്തിട്ട് 2 കൊണ്ടായിരിക്കുന്നല്ലേ ഇവിടെ ഇങ്ങോട്ടേക്ക് കിട്ടാൻ, നമ്മൾ 3 കിട്ടാൻ 5നോടൊന്ന് കൂട്ടുക. അപ്പൊ 5 കൂട്ടി എത്രയാവും? 6. 6ന്റെ പകുതിയാണ് ഈ 3. അതേപോലെ 37നോടൊന്ന് കൂട്ടുക, 38. 38ന്റെ പകുതി എന്ന് പറയുമ്പോൾ എത്ര വരും? 19 വരും. അപ്പൊ 19 ഒറ്റ സംഖ്യകളുണ്ട് ഈ 1, 3, 5 മുതൽ 37 വരെ. ക്ലിയർ ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന ഒന്ന് അറിഞ്ഞു വെച്ചോ, ഏതെങ്കിലും ഒന്ന് വൃത്തിക്ക് പഠിച്ചാലും മതി. ഇപ്പൊ 19ാമത്തെ കണ്ടുപിടിക്കുന്ന അറിയണം, പിന്നെന്താ 37 ഏതാണെന്ന് ചോദിച്ചാൽ അത് ചെയ്യുന്നതും അറിയണം. ഒരു മിനിറ്റ്, അറിയാവുന്ന ഏത്തവർക്ക് മനസ്സിലാക്കാനുള്ള സമയം കൊടുക്കണ്ടേ? അറിയുന്നവര് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ സാർ അതിന്റെ പുറകെ അങ്ങ് പോകും. പിന്നെ ബാക്കിയുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടോ അറിയുന്നുണ്ടോ എന്ന് പോലും സാർ തിരക്കുന്നതുമില്ല. നിങ്ങൾ ചോദിക്കുന്നോണ്ട് ഞാനത് ആൻസർ പറയുന്നുണ്ട്. ഞാൻ ക്ലിയർ ആയോ എന്നുള്ളത്. ഈ ക്ലിയർ ആയില്ല നിങ്ങൾ ഓപ്പൺ ആയിട്ട് ചോദിക്കണം, കാരണം അതിനാണ് ലൈവ് വെക്കുന്നത്. അല്ല നമുക്ക് ഇതിനൊക്കെ റെക്കോർഡ് ആക്കിയിട്ട് പിന്നെ എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഇട്ട് തന്നാൽ മതി. നിങ്ങളൊരു ഡിസ്കഷൻ കൂടി വരേണ്ടതുകൊണ്ടാണ് ലൈവ് വെക്കുന്നത് എപ്പോഴും. കുറേ പേരൊക്കെ അറിയാത്തത് മിണ്ടാതിരിക്കുന്നുണ്ടാവും, അതെനിക്ക് അറിയാം. പക്ഷേ വേറെ ഒരു ഓപ്ഷൻ ഇല്ല. നിങ്ങളിപ്പോൾ ചോദിച്ചാൽ ആൻസർ പറയാമെന്നല്ലേ എനിക്ക് വഴിയുള്ളൂ. ക്ലാസ്സിൽ ലൈവ് ഇപ്പം ഓപ്പൺ ക്ലാസ്സിൽ എടുക്കുവാണെങ്കിൽ ഏകദേശം മുഖം കണ്ടാൽ മനസ്സിലാവും. പക്ഷെ ഇത് അതും വഴിയില്ല. അപ്പോൾ എത്ര ഒറ്റ സംഖ്യകൾ ഇപ്പൊ എത്ര പ്രശ്നമാകത്തില്ലേ? എന്താ ഒന്നില്ല, സാറ് ക്ലാസ് തുടങ്ങി, ബാക്കി പറഞ്ഞു. അപ്പോൾ ഇതില് 19ാമത്തെ ഒറ്റ സംഖ്യയാണ് 37. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടുപിടിക്കുന്ന എന്ത് ചെയ്യണോ, ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവണം. ഒറ്റ സംഖ്യ ഇതൊക്കെ തുടർച്ചയായിട്ട് വരുമ്പോഴുള്ള കേസാണ് എപ്പോഴും പറയുന്നത്. അപ്പോൾ അല്ലാതെ നിങ്ങളോടിപ്പം 51 മുതൽ എത്രയാണ് 99 വരെ ഉള്ളത് അങ്ങനെ ഒരു കേസൊന്നും ക്വസ്റ്റ്യനിൽ ചോദിക്കില്ല. ഈ ഒരു ലെവലിലൊന്നും എന്ത് ചെയ്യാറില്ല, ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. 51 മുതൽ 99 വരെ എത്ര ഒറ്റ സംഖ്യ ഉണ്ടെന്നുള്ള കേസ്. അപ്പൊ ഇവിടെ വലിയ നമ്പർ ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ 199 ഒക്കെ എടുക്കുക, 199 എടുത്താല് ഇരട്ടി എടുത്ത് ഒന്ന് കുറക്കണെങ്കിൽ 100 എന്നുള്ള വരൂല്ലേ ആൻസർ? 100 എന്നുള്ള വരും. 100ാമത്തെ ഒറ്റ സംഖ്യയാണ്, തുടർച്ചയായിട്ടുള്ള ഒറ്റ സംഖ്യ എടുത്താൽ 100ാമത്തെ ഒറ്റ സംഖ്യയാണ് ഏത്? 199. ഇരട്ട സംഖ്യ ആവുമ്പോ അതിന്റെ പകുതി എടുത്താൽ മതിയോ? ഒറ്റ സംഖ്യ ആവുമ്പോ നേരെ പകുതി എടുക്കുക. ഒറ്റ സംഖ്യ ആവുമ്പോ ഇരട്ടിന്ന് 1 കുറക്കുക. അതെ അതെ അതെ, ഓക്കെ. ഇരട്ടിന്നൊന്ന് ഇതില് എപ്പോഴും കൺഫ്യൂഷൻ എങ്ങനെ വന്നാലില്ലേ, നിങ്ങൾ ആദ്യത്തെ 2 നമ്പർ എടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾ ചെയ്യുന്നത് അതേ മെത്തേഡ് തന്നെയാണെന്നുള്ളത്. ഞാനിപ്പോൾ പറയാറുണ്ട്, നമ്മളത് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുമോ, തെറ്റിക്കാനുള്ള ചാൻസ് കുറവും. ചിലത് ഇരട്ടി എടുത്തിട്ട് കുറപ്പാണോ കൂട്ടാണോ വേണ്ടത് എന്നുള്ള ഡൗട്ടൊക്കെ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യത്തെ ഒരു 3 ഒറ്റ സംഖ്യയിൽ എഴുതി നോക്കുക, 1, 3, 5. അപ്പോൾ 5 കിട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. 3ാമത്തെ ഒറ്റ സംഖ്യയാണ് ഈ 5. അപ്പോൾ 3ന്റെ ഇരട്ടി എടുത്തിട്ട് കുറക്കുക വേണ്ടത് 5 കിട്ടാൻ. 6 കുറക്കണം. ഇനി തിരിച്ച് ഇങ്ങോട്ടൊക്കെ ചെയ്യുന്നെങ്കിലോ 5 3 എത്താൻ 5നോടൊന്ന് കൂട്ടിയിട്ട് പകുതി എടുക്കുന്ന, 5നോടൊന്ന് കൂട്ടിയാൽ 6, അതിൻ്റെ പകുതി എടുത്താൽ 3. ഓക്കെ, എപ്പോഴും ഇങ്ങനെ ചെക്ക് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി വേണേ. എപ്പോഴും ഇങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് കൺഫ്യൂഷൻ ആയാൽ എന്ത് ചെയ്യും, തെറ്റിക്കാനുള്ളൊരു ചാൻസ് അവിടെ കുറയും. പക്ഷെ ഇതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ലാസ്റ്റ് നമ്പർ എടുത്തിട്ട് അതിൽ കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് ബൈ 2 ചെയ്യലായിരിക്കും, അതാവും നല്ലതും തോന്നുന്നു. അതെ അതെ അതെ, അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ ചെയ്താലും ആൻസർ കിട്ടും. ബൈ 2 എന്ന് പറഞ്ഞാൽ പകുതി എടുക്കുന്നതൊക്കെ സെയിം ആണ്, സെയിം കൺസെപ്റ്റ് ആണ്. അപ്പൊ ഇവിടുത്തെ കേസിൽ നമ്മളിപ്പം കണ്ടതിൽ ഇപ്പൊ തുക കാണണം.
അപ്പോൾ അത് 50 ആണ് നമുക്ക് ശരാശരി ഇവിടെ കിട്ടിയത്. എണ്ണം എത്ര തന്നെ കിട്ടി? നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് 1 മുതൽ 99 വരെ 50 തന്നെ കിട്ടി. അപ്പോൾ ഇതിൻ്റെ 1 മുതൽ 100 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോൾ 50 ഇൻറ്റു എണ്ണം 50 തന്നെയാണ് കിട്ടിയത്. അപ്പോൾ 50 ഇൻറ്റു 50 എത്ര വരും? 50 ഇൻറ്റു 50 ചെയ്താൽ 5 ഇൻറ്റു 5 25 2 0 2500 വരും. ഓക്കെ. അപ്പോൾ അങ്ങനെ തുടർച്ചയായിട്ടുള്ള ഏതെങ്കിലും ഒറ്റ സംഖ്യ അല്ലെങ്കിൽ ഇരട്ട സംഖ്യ എന്ന് ചോദിച്ചാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇക്വേഷൻ ഒന്നും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പ മെത്തേഡാണ് ഇത്. ശരാശരി ആദ്യം കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ശരാശരി കാണുന്നത്. ആദ്യത്തതും അവസാനത്തും കൂട്ടി 2 കൊണ്ട് ഹരിച്ചാൽ മതി. അല്ലെങ്കിൽ മിഡിൽ നമ്പർ അറിയെങ്കിൽ അത് എഴുതുക. പിന്നെ എണ്ണം കണ്ടുപിടിക്കുക. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്താൽ ആ എണ്ണവും ശരാശരിയും ഗുണിക്കുക. ഇവിടെ തന്നെ ക്വസ്റ്റ്യൻ എണ്ണം കണ്ടുപിടിക്കാൻ മാത്രമായിട്ട് ചോദിക്കാറുണ്ടേ. അത് ഞാൻ പറഞ്ഞുതരാം. അത് നമുക്ക് ഇതിൽ പ്രോഗ്രഷനിൽ തന്നെ വരാറുണ്ട്. വെറും എണ്ണം മാത്രം കണ്ടുപിടിക്കാൻ. ഇപ്പം 100 മുതൽ 500 വരെ 7 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകൾ എത്ര ഉണ്ട്? അപ്പോൾ അവിടെ എണ്ണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം അങ്ങനെ എണ്ണം മാത്രം കണ്ടുപിടിക്കുന്ന കേസും വരാറുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം അതിൽ എങ്ങനെ ചെയ്യാന്നുള്ളത്. ഇനി ഇതിൽ അടുത്ത 93 100 അങ്ങനെയാണെങ്കിൽ ആദ്യ സംഖ്യ അവസാനത്തെ സംഖ്യ എടുത്തിട്ടല്ലേ ചെയ്യേണ്ടത്? 107 എടുക്കുക. പിന്നെ 107 അല്ല 7 കൊണ്ട് ഹരിക്കണ നോക്കിയിട്ട് ഫസ്റ്റ് സംഖ്യ എടുക്കേണ്ടി വരും അല്ലേ? അത് ഇതിന്റെ കുറച്ചുകൂടെ അങ്ങോട്ടും ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതിന്റെ നമുക്ക് ആ സമയത്ത് എത്തുമ്പോൾ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ചെയ്ത മോഡലിന്റെ കുറച്ച് വ്യത്യാസം കൂടുതൽ വരുന്ന ടൈപ്പിന്റെ 2-3 കൂടെ ചെയ്യിപ്പിക്കാമോ? തുക കാണുന്നല്ല, തുക കാണുന്ന വരുന്നുണ്ട്. അതാണ് നിങ്ങളെ പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെ ഉണ്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ്. ഞാനിപ്പോൾ കാണിച്ചു തരാം. 93 100 ഇതാ 39ാമത്തെ ക്വസ്റ്റ്യൻ ജസ്റ്റ് നോക്കിയേ. ഇത് നമ്മളിപ്പോൾ പറഞ്ഞ അതേ മെത്തേഡ്. എണ്ണൽ സംഖ്യകളിൽ 101ാമത്തെ ഇരട്ട സംഖ്യ ഏത്? എണ്ണൽ സംഖ്യയിൽ 101ാമത്തെ ഇരട്ട സംഖ്യ എത്രയായിരിക്കും? 202. 202. 101ാമത്തെ ഇരട്ട സംഖ്യ എന്ന് ചോദിക്കുന്നത്. ഓക്കെ. നിങ്ങൾ നോക്കിയേ എല്ലാവരും ഒന്ന് ജസ്റ്റ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. ആദ്യത്തെ 1 2 3 ഇരട്ട സംഖ്യകൾ എടുത്ത് നോക്കുക എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത്. ഓക്കെ. ആ ഇരട്ട സംഖ്യകൾ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിയേ. 2 4 6. അപ്പോൾ 1ാമത്തെ ഇരട്ട സംഖ്യ എന്ന് പറയുന്നത് അതിൻ്റെ ഇരട്ടി, 1ൻ്റെ ഇരട്ടി. 2ാമത്തെ ഇരട്ട സംഖ്യ എന്ന് വെച്ചാൽ 2ൻ്റെ ഇരട്ടി. 3ാമത്തെ ഇരട്ട സംഖ്യ എന്ന് വെച്ചാൽ 3ൻ്റെ ഇരട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 101ാമത്തെ ഇരട്ട സംഖ്യയാണ്. അപ്പോൾ എത്രയായിരിക്കും? 101ൻ്റെ ഇരട്ടി. അപ്പോൾ എത്ര വരും? ഇരട്ടി എന്ന് വെച്ചാൽ 2 കൊണ്ട് ഗുണിക്കുന്നതാണ് ഇരട്ടി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 202. ക്ലിയർ ഇത് ക്ലിയർ ആണോ? റെഡി? ക്ലിയർ ആയിക്കില്ല നിങ്ങൾ ധൈര്യത്തിൽ പറഞ്ഞോട്ടോ. കാരണം നമുക്ക് ഈ പ്രോഗ്രഷനിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസേ ഉള്ളൂ അധികം. നിങ്ങൾക്കൊന്ന് 1 2 എണ്ണം നല്ലോണം അറിയെങ്കിൽ വേഗം ചെയ്തു പോവാം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ്. ഇനി 101ാമത്തെ ഒറ്റ സംഖ്യ ചോദിച്ചെങ്കിലോ? എണ്ണൽ സംഖ്യകളിൽ 101ാമത്തെ ഒറ്റ സംഖ്യ ഏതാണ് എന്നാ ചോദിക്കുന്നത്. അപ്പോൾ എത്രയായിരിക്കും 101ാമത്തെ ഒറ്റ സംഖ്യ? നിങ്ങൾ പോയാലോ? ആരെങ്കിലും ഉണ്ടോ അവിടെ? 1 3 5. എങ്ങനെയാ കിട്ടുന്നത്? 1ാമത്തെ ഓക്കെ. 2ാമത്തതോ 3ാമത്തതോ എങ്ങനെ കിട്ടുക? ഇരട്ടി എടുത്ത് 1 കുറക്കാം. ഈ ഒരു പാറ്റേൺ എങ്ങനെ പോകുന്നത് നോക്കിയാൽ മതി നിങ്ങൾ. ആ പാറ്റേൺ തന്നെ കിട്ടും. അടുത്ത 5 കഴിഞ്ഞാൽ 7. 4ാമത്തത് എങ്ങനെ കിട്ടുന്നത്? ഇരട്ടി എടുക്കുക എന്നിട്ട് 1 കുറക്കുക. അപ്പോൾ 4ൻ്റെ ഇരട്ടി 8, 1 കുറച്ചാൽ 7. അപ്പോൾ 101ാമത്തെ കിട്ടാൻ എന്ത് ചെയ്യേണ്ടത്? 101ാമത്തെ ഒറ്റ സംഖ്യ കിട്ടാൻ ഇരട്ടി എടുക്കുക. 101ൻ്റെ ഇരട്ടി എത്ര? 202. 1 കുറക്കുക. അപ്പോൾ എത്ര ഉണ്ടാവും? 201. അപ്പോൾ ഈ 101ാമത്തെ ഒറ്റ സംഖ്യ എന്ന് ചോദിച്ചാലും ഈ മെത്തേഡിൽ 101ാമത്തെ ഒറ്റ സംഖ്യ എന്ന് വെച്ചാൽ 201 വരും. പിന്നെന്താ? ഇരട്ട സംഖ്യ ചോദിച്ചാൽ നേരെ ഇരട്ടി എടുക്കുക. ഇരട്ടി എന്നുള്ളത് തന്നെ ഓർത്ത് വെച്ചാൽ മതി. ഇരട്ട സംഖ്യ ഇരട്ടിയാക്കിയാൽ മതി. എന്നാൽ അവിടെ ഓർത്ത് വെച്ചാൽ അങ്ങനെ അവിടെ ഒരു പോയിന്റ് അവിടെ കിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന്. ഒറ്റ സംഖ്യ ആകുമ്പോൾ 1 കുറക്കുക. അങ്ങനെ ഓർത്താൽ മതി. ഒറ്റ സംഖ്യ ആകുമ്പോൾ 1 കുറക്കുക.
അപ്പോൾ ഒരു 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 കണക്ഷൻ വരും. ഒറ്റ എന്നുള്ളത് 1, ഇരട്ട എന്നുള്ളത് ഇരട്ടി എടുക്കുക. ഓക്കെ, ഇതറിയണേ. ഇത് കുറേ പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് ഈ ഒരു ടൈപ്പ് ചോദിക്കാറുണ്ട് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഇതിൽ 101 കഴിഞ്ഞാൽ 93, 100, 107. ഇതാ 60ാമത്തെ ക്വസ്റ്റ്യൻ. 100-നും 300-നും ഇടയിൽ 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന എത്ര സംഖ്യകൾ ഉണ്ട്? ഓക്കെ, 100-നും 300-നും ഇടയിൽ. അപ്പോൾ ഇത് ഏത് വേണമെങ്കിൽ ചോദിക്കാം. ഇതിനിപ്പോൾ പല രീതിയിൽ ചോദിക്കാം. ക്ലിയർ ആണ്? ആദ്യത്തെ സംഖ്യ 105 എടുക്കാൻ പറ്റില്ലേ? ആ, അത് നിങ്ങൾ എന്ത് ചെയ്യുക, 100-നെ ഒന്ന് അരിച്ചു നോക്കാം. 100-നും 300-നും ഇടയിൽ. ഓക്കെ, അപ്പോൾ 100 എടുത്ത് നോക്കാം. ഫസ്റ്റ് ഒന്ന് 100-നെ 7 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. കാരണം 7 കൊണ്ട് നമുക്ക് ഹരിക്കാൻ പറ്റണം എടുക്കുന്ന സംഖ്യകൾ. അപ്പോൾ 100-നെ ഹരിച്ചു കഴിഞ്ഞാൽ 7 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 7 വരും. പിന്നെ 3 ബാക്കി 30. 30-ലാണെങ്കിൽ എത്ര പ്രാവശ്യം പോകും? 4 പ്രാവശ്യം. അപ്പോൾ 4 7 28. പിന്നെ 2 ബാക്കി വരും. ഓക്കെ, അപ്പോൾ 2 ബാക്കി വരും. നിങ്ങൾ ഓർത്ത് വെച്ചോ, ഈ 2 ശിഷ്ടായി പോയി. 2 ബാക്കി വന്നോണ്ടാ. ശരിക്കും പറഞ്ഞാൽ ഈ 2ൻ്റെ കൂടി 7 എത്തിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു. അതായത് എത്ര കൂടി കൂടിയാൽ കുഴപ്പമില്ലായിരുന്നു? അതെ, 5 കൂടി കൂടിയാൽ ശരിക്കും ഹരിച്ചു പോവായിരുന്നു 7ആയിട്ട്. 5 കൂടി കൂടിയാൽ എന്ത് ചെയ്യും? ശിഷ്ടം. പിന്നെ ശിഷ്ടം 2, 5, 7 ആയില്ലേ? 7 എന്തായാലും 7 കൊണ്ട് ഹരിച്ചു പോകുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. കാരണം 100 കഴിഞ്ഞാൽ പിന്നെ 7ൻ്റെ ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഏതാ വരിക? 105 അല്ലെങ്കിൽ നിങ്ങൾ 102 എടുത്തിട്ട് ചെക്ക് ചെയ്യേണ്ടി വരും. 105 കഴിഞ്ഞാല് ഓക്കെ, അപ്പോൾ 105-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 105-ലാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 105 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 7ൻ്റെ മൾട്ടിപ്പിൾ ആയിക്കും. അതായത് 7 കൂട്ടിയത്. 105-നോട് 7 കൂട്ടി കഴിഞ്ഞാൽ എത്ര വരും? 112. ഇങ്ങനെ പോവും സംഖ്യകൾ. ക്ലിയർ ആണേ? അപ്പോൾ ഈ മെത്തേഡിൽ നിങ്ങളിപ്പോൾ ഈ ചിന്തിക്കുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ നിങ്ങൾ ഇക്വേഷൻ പഠിച്ചിട്ട് എന്താണ്, തുക കാണുന്ന ഇക്വേഷൻ പഠിച്ചിട്ട് ഉള്ള മെത്തേഡാണ്. തുക കാണുന്ന ഇക്വേഷൻ പഠിച്ചാൽ പ്രോഗ്രഷൻ സമാന്തര ശ്രേണിയുടെ. ശരിക്കും ആ മെത്തേഡൊന്നും വേണ്ട ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. എന്ത് ചെയ്താൽ മതി എന്നറിയോ? 1 മുതൽ 300 വരെ 7 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളുടെ എത്ര ഉണ്ട് നോക്കാം. ഓക്കെ, 1 മുതൽ 300 വരെ. എന്നിട്ട് എന്ത് ചെയ്യുക? അതിൽ നിന്ന് ഏതങ്ങ് കുറച്ച് കളയാം. 1 മുതൽ നിങ്ങൾ പറ. 1 മുതൽ ലാസ്റ്റത്തെ സംഖ്യ 294 വരിക. ആ, അത് വരും. 294 സംതിങ് വരും. ഞാൻ ഈ മെത്തേഡല്ല, ഇത് 105 തുടങ്ങുന്ന മെത്തേഡ് നിങ്ങൾ 1-2 പേര് ചോദിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യാൻ ഏറ്റവും എളുപ്പം ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഏറ്റവും എളുപ്പം എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് കണ്ടുപിടിക്കുക? 1 മുതൽ കണ്ടുപിടിക്കുക. 1 മുതൽ ഇവിടെ എത്ര വരെയാണ് ചോദിച്ചിരിക്കുന്നത്? 300 വരെ അല്ലേ? അപ്പോൾ 1 മുതൽ 300 വരെ 7 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകൾ കണ്ടുപിടിക്കുക. എത്ര എണ്ണം ഉണ്ടെന്നുള്ള. സപ്പോസ് ഞാൻ ഒരു എക്സാമ്പിൾ പറയണ 50 എണ്ണം ഉണ്ട് എന്ന് വിചാരിക്കും. ഇനി നിങ്ങൾ എന്ത് കണ്ടുപിടിക്കുക? 1 മുതൽ 100 വരെ 7 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന എത്ര സംഖ്യകളുണ്ടെന്ന് നോക്കുക. ഞാൻ പറയണ ഒരു 10 എണ്ണം ഉണ്ട് എന്നാ നിങ്ങൾ പറഞ്ഞേ. 100 മുതൽ 300 വരെ 7 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന എത്ര എണ്ണം ഉണ്ടാവും? 100 മുതൽ 60 അല്ല, 1 മുതൽ 100 വരെ. 300 വരെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അത് ഞാൻ പറഞ്ഞുതരാം. ഇത് മാത്രം 1 മുതൽ 100 വരെ. ഓക്കെ, 100 മുതൽ 300 വരെ. 100 ഹരിക്കണ 7 കിട്ടൂലേ? എത്രയെന്ന്? ആ, 100 അടിക്കാൻ ഞാനത് പറയുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് മനസ്സിലാവണം. അതിനാണ് ഞാനത് പറഞ്ഞു വരുന്നത്. അതായത് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട എന്താ? 1-നും 300-നും ഇടയിലുള്ള 7 കൊണ്ടുള്ള ഹരിക്കാൻ പറ്റും. 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയോ? 7ൻ്റെ ഗുണനങ്ങളാണ് അതൊക്കെ. ഇപ്പോൾ 7, 14, 21 ഈ സംഖ്യകളാണ് നമുക്ക് 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുക. കാരണം എന്താ? അതൊക്കെ 7ൻ്റെ ഗുണിതങ്ങളാണ്. 7ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് അതൊക്കെ. അതുകൊണ്ടാണ് 7 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചാലും എന്ത് ചെയ്യും? നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് കറക്റ്റ് മനസ്സിലാവും. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? 100-നും 300-നും ഇടയിൽ 7ൻ്റെ എത്ര മൾട്ടിപ്പിൾ ഉണ്ടാന്ന് ചോദിക്കുന്നത്. 100-നും 300-നും ഇടയിൽ. അപ്പോൾ ഞാനെന്താ ചെയ്യാൻ പോകുന്നത് അറിയോ? 1 മുതൽ 300 വരെ എത്ര 7ൻ്റെ മൾട്ടിപ്പിൾ ഉണ്ട് നോക്കൂ. 7ൻ്റെ മൾട്ടിപ്പിൾ, അതാണ് 7 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നത്. 7ൻ്റെ മൾട്ടിപ്പിൾ. ഇനി
1 മുതൽ 100 വരെ എത്ര ഉണ്ട് നോക്കും, എയിൻ്റെ മൾട്ടിപ്പിൾ. ഓക്കെ, അപ്പോൾ ഞാൻ പറയണം 1 മുതൽ 300 വരെ ഇല്ലേ, ആദ്യത്തെ 1 മുതൽ 300 വരെ ഒരു 50 എണ്ണം ഉണ്ടായിരുന്നു. ഇനി 1 മുതൽ 100 വരെ ഒരു 10 എണ്ണം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ, 100 മുതൽ 300 വരെ ഇതിൻ്റെ ഇടയിൽ എത്ര എണ്ണം ഉണ്ടെന്നല്ല. അപ്പോൾ എത്ര ഉണ്ടാവും, ഇതിൻ്റെ ഡിഫറൻസ് അല്ലേ ഉണ്ടാവുക, 50ൻ്റെ 10ൻ്റെ ഡിഫറൻസ്. 50ൻ്റെ 10ൻ്റെ ഡിഫറൻസ് എത്ര വരും, 40 വരും. 40 വരും. ഓക്കെ ആണേ, 40. ഇനി ആദ്യത്തെ കേസാണേ. അപ്പോൾ 1 മുതൽ 100 വരെ എത്ര മൾട്ടിപ്പിൾ ഉണ്ടെന്ന് അങ്ങനെ കണ്ടുപിടിക്കോ. 1 മുതൽ 100 ആയിരിക്കണം. അതായത് നിങ്ങൾ 1 മുതൽ 100 വരെ കാണാൻ നിങ്ങൾക്ക് പറയാം. അപ്പോൾ 7, 14, 21, 28, 35 എന്ന് പറഞ്ഞ് പോകുന്നത് എയിൻ്റെ മൾട്ടിപ്പിൾ ആണ് വരിക. അപ്പോൾ അവസാനം എത്ര വരുന്നത് നമുക്കറിയില്ല, 90 സംതിങ് എത്രയല്ലോ വരും. ഒന്നുമില്ല, എന്ത് ചെയ്താൽ മതി, 7 കൊണ്ട് അരിച്ചാൽ മതി. 100ന് 7 കൊണ്ട് അരിച്ചാൽ ശിഷ്ടം വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ 100ന് 7 കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 7, ബാക്കി എത്ര വരും, 3, 30 എത്ര പ്രാവശ്യം പോകും, 4 പ്രാവശ്യം. അപ്പോൾ 4, 7, 28. ഓക്കെ, 2 ശിഷ്ടം വരും, എന്തോ ആവട്ടെ, 2 ശിഷ്ടം അവിടെ നിൽക്കട്ടെ. അപ്പോൾ ലാസ്റ്റ് 14 എണ്ണം പോകില്ലേ 100ൻ്റെ ഉള്ളിലായിട്ട്. 14ൻ്റെ 7 ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾ, 98 കിട്ടും. 98 വരെയാണ് പോവുക എയിൻ്റെ മൾട്ടിപ്പിൾ. അപ്പോൾ 1 മുതൽ 100 വരെ എത്ര എണ്ണം ഉണ്ട്, 14 എയിൻ്റെ മൾട്ടിപ്പിൾ ഉണ്ട്. ഈ പറഞ്ഞത് ക്ലിയർ ആണെന്ന് നോക്കിയേ. 1 മുതൽ 100 വരെ 7ൻ്റെ എത്ര മൾട്ടിപ്പിൾ ഉണ്ട് എന്ന് കണ്ടുപിടിച്ചത്. ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ സിമ്പിളായിട്ട് എടുക്കരുത്, ഇത് കുറച്ച് മനസ്സിലാക്കി തന്നെ പഠിക്കണം. ഇത് സാധാരണ PSCക്കും അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് ഈ ഒരു ടൈപ്പ്. അപ്പോൾ 1 മുതൽ 100 വരെ എത്ര 14 എണ്ണം ഉണ്ടെന്ന് ഞാനിങ്ങനെ കണ്ടുപിടിച്ചത് 100ന് 7 കൊണ്ടായിരിക്കുക. 100ന് 7 കൊണ്ടായിരിച്ചാൽ 14 കിട്ടും. അപ്പോൾ മിനിമം 14 പ്രാവശ്യം കംപ്ലീറ്റ് ആയിട്ട് പോകുന്നുണ്ട്, 90 എത്ര വരെ പോകുന്നുണ്ട്. 2 ശിഷ്ടം വരുന്നുണ്ട്. 2 ശിഷ്ടം വരുന്നുണ്ട് ഞാൻ അതിൻ്റെ അർത്ഥം എന്താ, 100 വരെ എത്തി കഴിഞ്ഞാൽ 2 ശിഷ്ടം. അപ്പോൾ 98 വരെയാണ് എന്ത് ചെയ്യുക, അതിൻ്റെ മൾട്ടിപ്പിൾ പോവുക. അപ്പോൾ 98 വരെ 7 × 14 ചെയ്താലായിരിക്കും 98 വരിക. അതൊന്നും നോക്കണ്ട. അപ്പോൾ 14 കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും, 14 മൾട്ടിപ്പിൾ ഉണ്ട് 1 മുതൽ 100 വരെ എൻ്റെ അടുത്ത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണേ, 1 to 300 എത്ര മൾട്ടിപ്പിൾസ് ഉണ്ട്, എന്ത് ചെയ്താൽ മതി, 300നെ 7 കൊണ്ട് ഹരിക്കുക. 7 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 300നെ 7 കൊണ്ട് ഹരിക്കും. 30ലാണെങ്കിൽ 4 പ്രാവശ്യം, 4, 7, 28. പിന്നെ എത്ര വരും, 2 വരും, 20. 20 എത്ര പ്രാവശ്യം പോകും, 7, 14, 21 ആയി പോകും. അപ്പോൾ 2 പ്രാവശ്യം പോകും. 2 × 7, 14. എത്ര പ്രാവശ്യം ഇഷ്ടം വരുന്നുണ്ട്, എന്തോ ആവട്ടെ. അപ്പോൾ എത്ര കംപ്ലീറ്റ് ആയിട്ട് പോകുന്ന എത്ര എണ്ണം ഉണ്ട്, 42 എണ്ണം. അപ്പോൾ 1 മുതൽ 300 വരെ 42, 1 മുതൽ 100 വരെ 14. പക്ഷെ നമുക്ക് കാണേണ്ട ഇത് രണ്ടിൻ്റെ ഇടയിലുള്ള, അതായത് 100നും 300നും ഇടയിലായിട്ടുള്ള ആളുകൾ. അപ്പോൾ ഇടയിലായിട്ട് എത്ര എണ്ണം ഉണ്ടാവും, 42. എന്ത് ചെയ്താൽ മതി, 14 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 28 കിട്ടും. അപ്പോൾ 28 എണ്ണം ഏതിൻ്റെ ഇടയിൽ കിടക്കുന്നുണ്ട്, 100നും 300നും ഇടയിൽ. ഓക്കെ, ഇത് നോക്ക്, ഒന്നുകൂടി നോക്ക്. അപ്പോൾ 1 മുതൽ ഉള്ളത് കണ്ടുപിടിക്കുക, ഏതാണ് ലാസ്റ്റ് വേണ്ടത് നോക്കുക. 300 വരെ അല്ല കാണേണ്ടത്. അപ്പോൾ 1 മുതൽ 300 വരെ എത്ര എണ്ണം ഉണ്ടെന്ന് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. 42 ഉണ്ട് ടോട്ടൽ. ഇനി നമുക്ക് എത്ര ഏതൊന്നും ഒഴിവായി കാണണം. 100 വരെയുള്ള നമുക്ക് വേണ്ട. 100 വരെയുള്ള എണ്ണം നമ്മളോട് ചോദിച്ചില്ല. നമ്മളോട് ചോദിക്കുന്നത് 100 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ 100 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ചോദിച്ചുകൊണ്ട് എന്ത് ചെയ്യും, 1 മുതൽ 100 വരെയുള്ള കണ്ടിട്ട് അതങ്ങ് ഒഴിവായി കളയാം. അപ്പോൾ 1 മുതൽ 100 വരെ കാണാൻ എന്ത് ചെയ്താൽ മതി, 100നെ 7 കൊണ്ട് ഹരിച്ചാൽ അപ്പോൾ 14 കിട്ടും. അപ്പോൾ ആ 14 എണ്ണം ഒഴിവായി കഴിഞ്ഞാൽ 42 ഒഴിവാക്കിയാൽ 28 കിട്ടും. ഈ 28 എണ്ണമാണ് ഏതിൻ്റെ ഇടയിൽ കിടക്കുന്നത്, 100നും 300നും ഇടയിൽ കിടക്കുന്നത്. ഇത് ക്ലിയറാ? ഞാൻ നാളെ ഒന്നും കൂടെ പറഞ്ഞുതരാം സാർ. ഇതിൽ കൺസെപ്റ്റ് എന്താ ചെയ്യുന്നത് മനസ്സിലായോ? ആദ്യത്തേതാണേ, നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ, ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഇപ്പോൾ എയിൻ്റെ മൾട്ടിപ്പിൾ എന്നുള്ള രീതിയിൽ ഞാൻ ഇവിടെ ഒരു വട്ട ഇട്ടു കാണും. എങ്ങനെ, ഇതുപോലെ ആണെന്നിരിക്കും. ഇതാ ഇതൊക്കെ എന്താണ്, 1 മുതൽ 100 വരെയുള്ള 7ൻ്റെ മൾട്ടിപ്പിളാണ്. ഓക്കെ, ആദ്യം 7, 14 ഇങ്ങനെ വരും. പിന്നെ എന്ത് ചെയ്യും, പിന്നെ ഞാൻ എന്ത് ചെയ്യണം, ഓരോ വട്ടം ഇങ്ങനെ കുത്തുവിടുവാണേ. ഇതൊക്കെ 7ൻ്റെ മൾട്ടിപ്പിളാണ്. അവസാനം എന്ത് ചെയ്തു, ഇങ്ങനെ കുത്തുവിട്ടിട്ട് അവസാനം 300ൻ്റെ വന്ന്. അപ്പോൾ നമുക്ക് കാണേണ്ടത് ശരിക്കും പറഞ്ഞാൽ എന്താ, 100നും പിന്നെന്താ 300ൻ്റെ ഇടയിൽ. 100നും 300ൻ്റെ ഇടയിൽ ഞാൻ പറയണത് ഇതാണ് ഇവിടെയുള്ള എത്ര എണ്ണം ഉണ്ട് 7ൻ്റെ മൾട്ടിപ്പിൾ, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്.
100-നും 300-നും ഇടയിലുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയോ? ആദ്യം കണ്ടുപിടിക്കുന്നത് എന്താ? 1-നും 300-നും ഇടയിൽ എത്ര എയുടെ മൾട്ടിപ്പിൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കും. 1-നും 300-നും ഇടയിൽ. അതിനാണ് ഞാൻ എന്ത് ചെയ്തത്? 300-നെ 7 കൊണ്ട് അരിച്ചു നോക്കിയത്. 300-നെ 7 കൊണ്ട് അരിക്കുമ്പോൾ എത്ര 7ന്റെ മൾട്ടിപ്പിൾ ഉണ്ടെന്ന് മനസ്സിലാവും എനിക്ക്. അപ്പോൾ അങ്ങനെ അരിച്ചു നോക്കിയപ്പോൾ എനിക്ക് 42 എണ്ണം ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ എത്ര ഉണ്ട്? 1 മുതൽ 300 വരെ 42 എണ്ണം ഉണ്ട് 7ന്റെ മൾട്ടിപ്പിൾ. പക്ഷെ നമുക്ക് വേണ്ട 42 എണ്ണമല്ല വേണ്ടത്. നമുക്കെന്താ ഇതാ വേണ്ടത്, ഈ സംഖ്യ വേണ്ടത്. ഏത് മുതലുള്ള? 100 മുതൽ അങ്ങോട്ടത്, 100 മുതൽ 300 വരെ വരുന്നത്. അപ്പോൾ അത് കിട്ടാൻ ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് എന്താ? ഒന്നെങ്കിൽ ആ 1 മുതൽ 100 വരെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 100-നെ 7 കൊണ്ട് അരിച്ചാൽ മതി. 1 മുതൽ 100 വരെ എത്ര എയുടെ മൾട്ടിപ്പിൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ അങ്ങനെ ആയിരിക്കുമ്പോൾ എനിക്ക് 14 എണ്ണം ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ വരെ 14 എണ്ണം ഉണ്ട്. ഓക്കെ, അപ്പോൾ ടോട്ടൽ 42 എണ്ണോ, പിന്നെ 1 മുതൽ 100 വരെ 14. അപ്പം നമുക്ക് വേണ്ടത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ആ ടോട്ടൽ 42 എന്ത് കുറച്ചാൽ മതി? ഈ 14 എണ്ണം കുറച്ചാൽ മതി. എന്തുകൊണ്ടാണ് 1 മുതൽ തന്നെ എടുക്കുന്നത്? അത് എളുപ്പമാണ്. 1 മുതൽ കാണാൻ എളുപ്പമാണ്. കാരണം ഡയറക്റ്റായിട്ട് അയച്ചാൽ മതി. എത്ര എണ്ണം ഉണ്ട് കാണാൻ? കാരണം 1 7 7 2 7 14 3 7 21 ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഇപ്പം ഞാൻ ജസ്റ്റ് സംഖ്യ ചോദിക്കണം. ഇപ്പോൾ 40-ൻ്റെ താഴെ എത്ര 7ന്റെ മൾട്ടിപ്പിൾ ഉണ്ടെന്ന് ചോദിച്ചാലോ? 7 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ നിങ്ങൾക്ക് അറിയപ്പോൾ 35 വരെ 7ന്റെ മൾട്ടിപ്പിൾ പോവാം. അപ്പോൾ അങ്ങനെ അറിയാത്ത കേസിൽ ജസ്റ്റ് ചെയ്ത് നോക്കുക. എങ്ങനെയാണ്? 7 കൊണ്ട് ഹരിച്ചു നോക്കുക. 7 കൊണ്ട് ഹരിക്കുമ്പോൾ 40-ൽ നോക്ക് 7 5 35 അത്ര പേര് ഇപ്പോൾ ശിഷ്ടം വരുന്നുണ്ട്. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പോകുന്ന 5 എണ്ണം ഉണ്ട്. അപ്പോൾ ഞാൻ 100 കൊണ്ട് അരിച്ചു നോക്കിയാൽ കംപ്ലീറ്റ് ആയിട്ട് പോകുന്ന 14 എണ്ണം ഉണ്ട്. 300 കൊണ്ട് അരിച്ചു നോക്കിയാൽ 300-ന് അരിച്ചു നോക്കി കഴിഞ്ഞാൽ 300 വരെ കംപ്ലീറ്റ് ആയിട്ട് പോകുന്ന 42 എണ്ണം ഉണ്ട്. ക്ലിയർ ആണോ? എവിടെ പോയി? അതായത് ഒരു ക്വസ്റ്റ്യൻസ് 1-2 ക്വസ്റ്റ്യൻസ് ഇട്ടിട്ട് എന്ത് ചെയ്യാം, ഞാനൊന്ന് അടുത്ത ക്ലാസ്സിൽ ഇതൊന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്കത് കുറച്ചുകൂടെ ഒന്ന് നിങ്ങൾക്ക് കത്തും. ഓക്കെ, ഇതാണ് ഇതിൽ ചോദിക്കുന്ന ഒരു വെറൈറ്റി ടൈപ്പ് 100 107. ഇത് 37ാമത്തെ ക്വസ്റ്റ്യൻ. സമാന്തര ശ്രേണി എന്ന് പറയാൻ പറ്റില്ല. 1 മുതൽ 20 വരെയുള്ള എണ്ണ സംഖ്യകൾ കൂട്ടിയാൽ 210 കിട്ടുന്ന പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം, വേറെ വലിയ കുഴപ്പമൊന്നും ഇതിൽ കാണുന്നില്ല. എന്നാൽ അവർ ചോദിക്കുന്നതാണ്ടോ 6 മുതൽ 25 വരെയുള്ള എണ്ണൽ സംഖ്യകൾ കൂട്ടിയാൽ എത്ര കിട്ടും? അപ്പം നിങ്ങൾക്ക് 2 രീതി ചെയ്യാം ഈ കാര്യം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആ മുകളിൽ തന്നിരിക്കുന്ന ഡാറ്റ ഉപയോഗിക്കാതെ ചെയ്യാം. എങ്ങനെ? ജസ്റ്റ് 6 മുതൽ 25 വരെയുള്ള എണ്ണൽ സംഖ്യകൾ കൂട്ടിയാൽ എത്ര കിട്ടും എന്ന് മാത്രം ഒരു ക്വസ്റ്റ്യൻ ആക്കിയിട്ട് ആൻസർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ മുകളിൽ തന്ന ഡാറ്റ ഉപയോഗിക്കാം. അവർ മുകളിൽ വെറുതെ ഒരു ഹിൻഡ് തരുവാണ്, 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകൾ കൂട്ടിയാൽ 210 കിട്ടുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഏത് മുതലാണ് വേണ്ടത്? 6 മുതലല്ല വേണ്ടത്. അപ്പോൾ 1 മുതൽ 5 വരെ വേണോ ഇതിലേ? നിങ്ങൾ പറ, 1 മുതൽ 5 വരെ വേണോ? വേണ്ട, 6 മുതൽ മതി. 6 മുതൽ വരെ. അപ്പോൾ 1 മുതൽ 5 വരെ തുക കുറക്കണമല്ലോ. നമുക്ക് 210 വേണ്ട. 210-ന്ന് എന്ത് ചെയ്താൽ മതി? 1 മുതൽ 5 വരെ വേണ്ടാത്തത് കൊണ്ട് അതങ്ങ് കുറച്ച് കാണണം. അപ്പോൾ 1 മുതൽ 5 വരെ എത്ര ഉണ്ട്? 1 2 3 4 5 എത്രയായി? 5 4 9 10 13 2 15. അപ്പോൾ 15 കുറച്ച് കളയാം. അപ്പോൾ 210-ന്ന് 15 15 കുറച്ച്. അപ്പോൾ 210-ന്ന് 15 കുറച്ച് കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും? 195 ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്ത കേസ്. അപ്പോൾ 1 മുതൽ 20 വരെ ഉള്ളതിൽ ആദ്യത്തെ 5 നമുക്ക് ആവശ്യമില്ലാത്ത 5 ഞാൻ കുറച്ച് കഴിഞ്ഞു. പക്ഷെ അവർ പറയുന്നത് 25 വരെ കാണണം. നമുക്ക് 20 വരെയുള്ള തുകേൻ്റെതാണ് ഇപ്പം കണ്ടത് അല്ലേ? 6 മുതൽ 20 വരെ ഇപ്പം കിട്ടിയത്. 6 മുതൽ 20 വരെയുള്ള തുക കിട്ടി. ഇനിയിപ്പോൾ 6 മുതൽ 25 വരെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണോ? ഇതിൻ്റെ കൂടെ ഏത് കൂടി കൂട്ടണോ? 195-ൻ്റെ കൂടെ ഏത് കൂടി കൂട്ടണോ? 21 22 24 25 കൂടി കൂട്ടണം. അപ്പോൾ ഇതൊരു മെത്തേഡാണ്. ഒരു മെത്തേഡ് ഇത് അവർ തന്നിരിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇത് ജസ്റ്റ് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും? 5 4 9 10 15 5 20. ഓക്കെ, 2 ബാക്കി ഉണ്ടാവും. പിന്നെ 2 4 6 8 10 19 21 അല്ലേ അടുത്ത വരുന്നത്? 21 2 ബാക്കി. 2 1 3 എത്ര വരും? 310.
ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്തെന്നാൽ പല രീതിയിൽ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 6 മുതൽ 25 വരെ എടുത്ത് എഴുതി കൂട്ടൊക്കെ ചെയ്യും. പക്ഷെ അതൊക്കെ വലിയ ടൈം എടുക്കും. അത് നിങ്ങൾ 5-10 മിനിറ്റൊക്കെ പോകും. അപ്പോൾ 1 മുതൽ 20 വരെയുള്ള സംഖ്യകൾ കൂട്ടിയാൽ 210 തരുന്നത് നമുക്ക് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് ചെയ്യുന്നതാണെങ്കിൽ എങ്ങനെ ചെയ്യേണ്ടത്? 6 മുതലാണ് നമുക്ക് കാണേണ്ടത്. 1 മുതൽ 20 വരെ തന്നിട്ടുണ്ട്. എന്തായാലും 1 മുതൽ 5 വരെ എന്തായാലും കുറച്ച് കാണണം. അപ്പോൾ ഞാൻ 1 മുതൽ 5 വരെ ഇവിടെ നോക്കി എത്ര എണ്ണം ഉണ്ട്, എത്ര ടോട്ടൽ എത്ര കൂട്ടി എത്ര കിട്ടുന്നു. അപ്പോൾ 15. അങ്ങനെ 15 ഞാൻ എന്ത് ചെയ്തു? അങ്ങ് മൈനസ് ചെയ്തു. അപ്പോൾ 195. എന്നാലും അത് 20 വരെ ആവുന്നുള്ളൂ. നമുക്ക് 25 വരെയുള്ള എണ്ണം കിട്ടണം. അപ്പോൾ ഇനി അതിലൂടെ ഏത് കൂടി കൂട്ടണോ? 21, 22, 23, 24, 25 കൂടി കൂട്ടണം. അപ്പോൾ എത്ര കിട്ടും? 310 കിട്ടും. ക്ലിയർ ആണേ? ഇതങ്ങനെ അല്ലെങ്കിൽ വേറെ രീതിയിൽ എങ്ങനെ ചെയ്യാം? ഒറ്റ ക്വസ്റ്റ്യൻ ആക്കി എടുത്താലേ നിങ്ങൾ പല മെത്തേഡുകൾ പഠിച്ചേക്കുന്നത് നല്ലത്. നിങ്ങൾക്ക് ഫസ്റ്റ് ഏതാ കത്തുന്നത് പറയാൻ പറ്റില്ല. ഇപ്പം നമുക്ക് 6 മുതൽ ക്വസ്റ്റ്യൻ എങ്ങനെയായി മാറി? 6 മുതൽ 25 വരെയുള്ള സംഖ്യകൾ അതിൻ്റെ തുകയല്ല കാണട്ടെ. 6, 7, 8 എന്ന് പറഞ്ഞിട്ടേ അല്ലടോ. അപ്പൊ അതിൽ ആദ്യം എണ്ണം കാണട്ടെ. എണ്ണം കാണാം. ആദ്യം ശരാശരി ഞാൻ പറഞ്ഞിട്ടെ. ശരാശരിനെ എണ്ണ കൊണ്ട് ഗുണിച്ചാൽ പോരാ. ശരാശരി എത്ര ഉണ്ടാവും? ശരാശരി ഉണ്ട് ഇവിടെ. ശരാശരി എത്ര ഉണ്ടാവും? 25, 6 കൂട്ടുക 31ന്റെ പകുതി 15.5. ഓക്കെ, ഇനി എത്ര എണ്ണം ഉണ്ട് നോക്കണം അല്ലേ? എത്ര എണ്ണം ഉണ്ട് ഇവിടെ? അതിന് ഏറ്റവും പറ്റിയ മെത്തേഡ് എന്ന് അറിയോ? 1 മുതൽ 25 വരെ എത്ര എണ്ണം ഉണ്ട്? 25. എത്ര എണ്ണം ഒഴിവായി ഇതിൽ നിന്ന്? ആദ്യത്തെ 5 എണ്ണം ഒഴിവായി. അപ്പൊ എത്ര എണ്ണം? 20. ഓക്കെ, അപ്പോൾ നിങ്ങൾ എപ്പോഴും എടുത്തു നോക്കും. എണ്ണമൊക്കെ കാണുമ്പോൾ എപ്പോഴും എടുക്കേണ്ട 1 മുതൽ എത്ര ഉണ്ടാവും നോക്കുക. എന്നിട്ട് ആ വേണ്ടാത്തത് എന്തായിരുന്നു നമുക്ക് ആവശ്യമില്ലാത്ത അതങ്ങ് ഒഴിവായി കഴിഞ്ഞാൽ മതി. 1 മുതൽ 25 വരെ 25 എണ്ണ സംഖ്യയുണ്ട്. പക്ഷെ നമുക്ക് ആദ്യത്തെ 5 എണ്ണം ഇല്ല, അത് ആബ്സെൻ്റാണ്. ആ 5 ഒഴിവായി കളയാം. ഓക്കെ, അപ്പോൾ കുറേ കൂടി പെട്ടെന്ന് റെഡിയാണ് എന്ന് കിട്ടും. അല്ലെങ്കിൽ മൈൻഡിൽ ഒരു ഡൗട്ടായിരിക്കും. അപ്പോൾ എത്ര സംഖ്യകളുണ്ട് ഇവിടെ? ഇപ്പോൾ 20 സംഖ്യകളുണ്ട്. ടോട്ടൽ 20 സംഖ്യകൾ. അപ്പോൾ ഏതുകൊണ്ട് ഗുണിക്കുക? 20 കൊണ്ട് ഗുണിക്കുക. 15നെ 20 കൊണ്ട് ഗുണിക്കും. അപ്പോൾ 15, 5, 20 കൊണ്ട് ഗുണിക്കുമ്പോൾ 155 × 2 എന്ന് വരും കേട്ടോ. 10 ഇങ്ങോട്ടേക്ക് എടുത്താണേ, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 155 × 2 ചെയ്ത് എത്ര ഉണ്ടാവും? 310. നേരത്തെ ചെയ്ത അതേ ആൻസർ തന്നെ, 310 തന്നെ കിട്ടും. ഏത് മെത്തേഡായാലും കുഴപ്പമില്ല. നിങ്ങൾ ഏതാണോ നിങ്ങൾക്ക് പെട്ടെന്ന് കത്തുന്നത് അത് വെച്ച് ചെയ്യാം. ഓക്കെ, ഇതൊന്നും കൂടുതൽ പറയണ്ടല്ലോ. ഇതൊക്കെ ഏകദേശം നിങ്ങൾക്ക് കിട്ടും. അവിടെ നിന്നൊക്കെ എങ്ങനെയെങ്കിലും ചെയ്തു. എക്സാം വെള്ളത്തിൽ കഴിഞ്ഞാൽ കൂട്ടാനുള്ള കണക്കൊന്നും എന്തായാലും നിങ്ങളെന്തായാലും ഒഴിവാക്കില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾ എഴുതിയിട്ടങ്ങ് കൂട്ടും 6 മുതൽ. അടുത്തത് 107, 167 ക്വസ്റ്റ്യൻ. ഇത് നോക്കേ 40. ഇത് കണ്ടോ? ഇതൊരു 3 - 3 എന്ന ശ്രേണിയുടെ ആദ്യത്തെ 101 പദങ്ങളുടെ തുക എത്ര? 100ാമത്തെ പദം 3 -3. എപ്പോൾ ചെക്ക് ചെയ്യണേ വേണ്ട. ഇങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ കണ്ടോ, ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് അറിയാം. ആദ്യത്തെ 2 എണ്ണം എടുത്താൽ 3 - 3 എന്തായി പോവും? കൂട്ടിയാൽ 0 ആയി. പിന്നെ അടുത്ത 2 എണ്ണം എടുത്താലും 0 ആയി. അതായത് ഇപ്പോൾ 2 എണ്ണം എടുത്താൽ, 4 എണ്ണം എടുത്താൽ, 6 എണ്ണം എടുത്താൽ ഒക്കെ എന്ത് ചെയ്യും? ആ ഒരു ഗ്രൂപ്പായിട്ട് വന്ന് 0 ആയി പോകും. അപ്പോൾ ഇരട്ട സംഖ്യകൾ വരുന്ന കേസൊക്കെ ഇപ്പോൾ 100 എണ്ണം എടുത്താലൊക്കെ എന്ത് ചെയ്യും? അതുവരെയുള്ള എല്ലാ 3 - 3 എന്നുള്ള രീതിയിലെല്ലാം എന്ത് ചെയ്യും? 0 ആയി പോകും. പിന്നെ 101ാമത്തേത് ക്യാൻസൽ ആവുക. 102 ഒന്നുകൂടി വരണമായിരുന്നു. അപ്പോൾ 101 വരുവ ഏതാ? 101 വരുവ ഏതാ? ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഏതാ വരുക? -3 ആണോ 101 വരുന്നത്? 3ആണ്. -3 ഇങ്ങനല്ലേ വരുന്നത്? 3 - 3. അപ്പൊ നോക്കിയേ, ഞാൻ പറയട്ടെ. 4 എണ്ണാവുമ്പോൾ 3 - 3, 6 എണ്ണാവുമ്പോൾ 3 - 3 പോയി. അപ്പൊ ഇങ്ങനെ പോയി 100 എണ്ണാവുമ്പോൾ എന്ത് ചെയ്യും? ഒരു 3 - 3 വന്നു. അപ്പൊ 101ാമത്തെ ഏത് വരുന്ന ഏതായിക്കോ? 3 ആണോ -3 ആണോ ആദ്യം വരുന്ന ഏതാ? 3. അപ്പൊ 3 വരും ആൻസർ ഇതിന്റെ. റെഡി? അപ്പോൾ ആദ്യത്തെ 2, 3
ഒരു 2-3 നമ്പർ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പാറ്റേൺ മനസ്സിലാവും. എപ്പോഴും അങ്ങനെ ചെയ്യണേ. ആദ്യത്തെ 3-4 എണ്ണം എടുത്ത് നോക്കുക, ആ ഒരു ശ്രേണിയുടെ ഒരു പ്രത്യേകത എന്താണെന്നുള്ളത് എപ്പോഴും അങ്ങനെ നോക്കേണ്ടത്. ഇപ്പോൾ തുക കാണുമ്പോഴൊക്കെ ഇങ്ങനത്തെ കേസിൽ എപ്പോഴും എന്ത് ചെയ്യുക, ആദ്യത്തെ 2-3 എണ്ണത്തിൻ്റെ ഒരു പാറ്റേൺ ഇങ്ങനെ നോക്കുക. ഇവിടെ ഇപ്പോൾ പെയറായിട്ട് വരുമ്പോൾ എന്ത് ചെയ്യും, 0 ആയിപ്പോൾ പെയറായിട്ട് വരുമ്പോൾ. അപ്പോൾ 100 വരെ എന്തായാലും പെയറുണ്ട്, 50 പേഴ്സ് ഉണ്ടാവും 100 വരെ. പിന്നെ 101ാമത്തെ ഒറ്റക്ക് കിടക്കും പെയറാവാതെ. അപ്പോൾ ഒറ്റക്ക് കിടക്കുന്നത് എപ്പോഴും ആദ്യം വരുന്ന നമ്പർ ആയിരിക്കും. ആദ്യം വരുന്ന നമ്പർ 3 ആണ് ഇവിടെ. ഇനി ആദ്യം വരുന്ന നമ്പർ -3 ആയിരുന്നെങ്കിൽ -3 ആയിരുന്നു വരേണ്ടത്. ഇപ്പോൾ ഇങ്ങനെയാണ് ശ്രേണിയെങ്കിൽ, ശ്രേണി ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ, -3 3, സോറി കേട്ടോ 3 ആണ് അത്, -3 3 -3 3 ഇങ്ങനെയാണ് ശ്രേണിയെങ്കിൽ എന്താ ആൻസർ വരിക, -3. കാരണം 101ാമതെന്ന് പറയുമ്പോൾ പേര കഴിഞ്ഞിട്ട് പിന്നെ ഫസ്റ്റ് വരുന്ന നമ്പർ മൈനസ്. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. 107 167 172. ഇത് നോക്കാം ഒരു പാറ്റേൺ, ഇത് ഇടയ്ക്കിടയ്ക്ക് കാണാൻ എനിക്കൊരു പാറ്റേൺ ടൈപ്പൊക്കെ ചോദിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യ പാറ്റേൺ പരിഗണിക്കും. 1 3 5 7 ഇതൊക്കെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലുള്ള ഒരു സംഖ്യ ആയിരിക്കും. 1 3 5 തന്നെ അങ്ങനെ തുടങ്ങണമെന്നില്ല, ചിലപ്പോൾ അത് ഇതായിരിക്കും 10 12 14 അങ്ങനെയൊക്കെ ഉള്ളൊരു സംഖ്യ ആയിരിക്കും. അതെന്തോ ആവട്ടെ, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ മിക്കവാറും ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഒന്നെങ്കിൽ 6ാമത്തെ വരി അല്ലെ 7ാമത്തെ വരിയിലെ സംഖ്യകളുടെ തുക കാണുക. ഓക്കെ, അപ്പോൾ എത്ര വരിയുണ്ട് ഇവിടെ ഓൾറെഡി, 1 2 3 4. ഇതിൽ എപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഓരോ വരിയിൽ എത്ര സംഖ്യകൾ എഴുതുന്നുണ്ടെന്ന് കറക്റ്റ് നോക്കണേ. നോക്കി, 1ാമത്തെ വരിയിൽ ഒരു നമ്പർ, 2ാമത്തെ വരിയിലോ 2 എണ്ണം, 3 എണ്ണം, 4 എണ്ണം. അപ്പോൾ 5ാമത്തെ വരിയിൽ 5 എണ്ണം, 6ാമത്തെ വരിയിൽ 6 എണ്ണം ഉണ്ടാവും കേട്ടോ. ഇത് മൈൻഡിൽ വേണേ, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടുപോയിട്ട് ചിലപ്പോൾ തെറ്റിക്കും. കാരണം ചില കേസിൽ എണ്ണം തെറ്റിച്ചിട്ട് തരാം, ചിലപ്പോൾ അവർ ഇരട്ടിയാക്കിയിട്ടൊക്കെ തരും. ഓക്കെ, അത് പാറ്റേൺ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, സിമ്പിളായിട്ട് മനസ്സിലാവും, അത് കാണുമ്പോൾ തന്നെ ക്ലിയർ ആവും. അപ്പോൾ അടുത്തല്ലേ ഇത് വരും 19 കഴിഞ്ഞാൽ പിന്നെ 19 18 അല്ലേ, 18. 1 3 5 7 9 11 13 15 17 19 ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അടുത്ത ഏത് വരും, അടുത്ത ശ്രേണി തുടങ്ങുമ്പോൾ 20 21 23 ഇത് 1 1 3 5 7 9 11 13 15 17 19. അപ്പോൾ അടുത്ത ശ്രേണി തുടങ്ങുമ്പോൾ എന്ത് വരും, 21 വരും. അപ്പോൾ അങ്ങനത്തെ 5 സംഖ്യകൾ വരും ഈ ഒരു ഒറ്റ പിന്നെ വരിയിൽ. 21 കഴിഞ്ഞാൽ 20 ഡിഫറൻസ് രണ്ടായിട്ടല്ലേ, 21 23 25 പിന്നെ എത്രയാ 27 5 29 5 അല്ലേ, കറക്റ്റ്. ഇനി നമുക്ക് കാണേണ്ടത് 6ാമത്തെ വരിയിലുള്ള സംഖ്യയുടെ തുകയാണ്. അപ്പോൾ 6ാമത്തെ വരി തുടങ്ങുന്ന എങ്ങനെയായിരിക്കും, 29 അവിടെ കഴിഞ്ഞാല് 31. അപ്പൊ ഞാൻ ഇവിടെ എഴുതുന്നുണ്ടേ, 31 തുടങ്ങും, 31 33 എത്രയാ 35 37 37 അപ്പൊ ഇവിടെ 6 എണ്ണായി, 6ാമത്തെ വരിയിൽ 6 എണ്ണായി. അപ്പൊ ഇതിന്റെ തുക കണ്ടുപിടിച്ചാൽ മതി. 31 മുതൽ 41 വരെയുള്ള ഈ സംഖ്യകളാണ് 31 33 35 37 39 41. ക്ലിയർ? ഇതിന്റെ എന്ത് കണ്ടുപിടിച്ചാൽ മതി, തുക കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ തുക കണ്ടുപിടിക്കാൻ പല മെത്തേഡ്. ഒന്ന് വേണം സിമ്പിളായിട്ട് ട്രിക്ക് ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ വർക്കൗട്ട് ആണ് കേട്ടോ. ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് ഏതാ വരുമോ എന്നല്ല ജസ്റ്റ് ഒന്ന് കൂട്ടി വെക്കുക. നിങ്ങൾ നോക്കിയേ, ഒറ്റയുടെ സ്ഥാനത്ത് ഇപ്പോൾ 1 1 3 4 4 5 9 9 7 കൂട്ടിയാൽ 16 16 9 25 1 26. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് ഏതായിരിക്കും, ഒറ്റയുടെ ഡിജിറ്റ് 6 വരും. 6 വരുന്ന നമുക്ക് ഓപ്ഷൻ 16. അപ്പോൾ മനസ്സിലായില്ലേ, 6ാമത്തെ വരിയിൽ സംഖ്യയുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ഒറ്റയടിക്ക് തുക കാണാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒറ്റ വേണമെങ്കിൽ വൺസിൻ്റെ പ്ലേസ് ഒക്കെ ഒന്ന് കൂട്ടി വെക്കുക. 2 6 3 6 വന്നു കഴിഞ്ഞാൽ ഓപ്ഷനിലുണ്ടെങ്കിൽ നടക്കൂലേ, ആ സംഭവം നടക്കില്ല. ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് കിട്ടിയാലും നമുക്കൊന്ന് കിട്ടും പെട്ടെന്ന്. അപ്പോൾ ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം, നമ്മുടെ ശരാശരി മെത്തേഡിലാണെങ്കിൽ നിങ്ങൾ പറഞ്ഞേ 35ൻ്റെ 37 ഇവിടെ ഒക്കെ ഇതിൻ്റെ നടുവിലത്തെ സംഖ്യ എന്ന് പറയുന്നത് ഏതാ, 31 മുതൽ 41 വരെ തുടർച്ചയായിട്ടുള്ള സംഖ്യകളാണിത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ശരാശരിയാണ് കാണണ്ടേ. ശരാശരി
37. കിട്ടാൻ ഇവിടെ എളുപ്പാ. എന്താ ആദ്യത്തെ 3 ലാസ്റ്റിലത്തെ 3 പോയാൽ ഇതിന്റെ നടുവിൽ 35 37 നടുവിൽ വരുന്ന സംഖ്യ ഏതാ? 36. അപ്പൊ ശരാശരി 36 ആണ്. എത്ര എണ്ണം ഉണ്ട് ഇവിടെ? 3 3 6 അല്ല 6 സംഖ്യകളല്ല. 36 36 അതായിരിക്കും തുക. 36 ചെയ്യാം. 36 ചെയ്താൽ 6 × 6 36 3 × 6 കറക്റ്റാ. ഇനി അതൊന്നും അറിയില്ല, പല നിങ്ങൾക്കും സമ്മ് കാണുന്ന അറിയാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ജസ്റ്റ് കൂട്ടി നോക്കിയാലും കിട്ടും. വലിയൊരു ടൈമൊന്നും എടുക്കുന്ന കൂട്ടല്ലല്ലോ ഇത്. 6 സംഖ്യയല്ലോ ഇത്. ചെയ്യുമല്ല, ഇത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഇത് ഞാൻ എൻ്റെ മെത്തേഡൊന്നും വേണ്ട, നിങ്ങൾ അല്ലാതെ തന്നെ നിങ്ങൾക്ക് മെത്തേഡ് ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യാം. ജസ്റ്റ് കൂട്ടാനുള്ള 6 നമ്പേഴ്സ് അല്ലേ. ഇതിപ്പോൾ 6 നമ്പേഴ്സ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇൻ കേസ് എങ്ങാൻ കുറച്ച് വലുപ്പം വന്നല്ലോ, 10-12 സംഖ്യകളൊക്കെ വന്നാൽ കൂട്ടാൻ നിൽക്കണ്ട. നിങ്ങൾ ശരാശരിയോ എണ്ണവും കാണും, അങ്ങ് ഗുണിക്കുക, അപ്പോൾ തുക കിട്ടും. ഓക്കെ, ഡൗട്ട് ഉണ്ട് ഇതിൽ? സാറേ അതിനിപ്പോ 12ാമത്തെ വരിയിലാണെങ്കിലും ഒന്നുകൂടി ഞാൻ കേട്ടില്ല, സൗണ്ട് കുറച്ച് കുറവാണ് പറഞ്ഞത്. അതെ, 12ാമത്തെ വരിയിലാണെങ്കിൽ എന്താ ചെയ്യാം? 12ാമത്തെ വരിയിലെന്ന് ചോദിച്ചാൽ നോർമൽ ഒന്നാമത്തെ കേസ് അങ്ങനെ ചോദിച്ച് കാണൽ വളരെ കുറവാണ്. കാരണം നിങ്ങളെ പ്രീവിയസ് ക്വസ്റ്റ്യൻ കുറേ തപ്പിയെടുത്തത് ഞാൻ കാണുന്നത് 6 7 മാക്സിമം പോയാൽ. ഇനി അങ്ങനെ ചോദിച്ചാൽ കേട്ടോ, അങ്ങനെ ചോദിച്ചാലുള്ള കേസാണ്. കാരണം അങ്ങനെ ചോദിച്ചാൽ നമുക്കത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് അറിയണമെങ്കിൽ ആ 10ാം ക്ലാസ്സിലെ സമാന്തര ശ്രേണി എന്നുള്ള ചാപ്റ്റർ നിങ്ങൾക്ക് അറിയണം. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അത് ചോദിക്കാത്തത്. ഒന്നാമത്തെ കേസ് അങ്ങനെ ചോദിച്ചാൽ കണ്ടുപിടിക്കുന്ന ഒരു മെത്തഡാണ്. എന്ത് ചെയ്യാമെന്നറിയാമോ നിങ്ങൾ? ആദ്യം നോക്കിക്കോളെ, ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മാച്ചാണേ. നമുക്കിപ്പോൾ ഒരു 12ാമത്തെ മൂപ്പര് പറഞ്ഞ പോലെ ഒരു 12ാമത്തെ വരിയുള്ളതാണ് കാണേണ്ടത്. എത്ര ഉണ്ട്? അപ്പോൾ നമുക്ക് എപ്പോൾ എളുപ്പം 12ാമത്തെ വരിയിലെ തുടക്കം കണ്ടുപിടിക്കാൻ പെട്ടെന്ന് കഴിയും. എങ്ങനെയാണെന്ന് അറിയോ? ഈ ഒരു പാറ്റേൺ നിങ്ങൾ നോക്കിയാൽ മതി. 1 എത്രയായി? 3 ആയി. എത്ര കൂട്ടി? 2. 3 7 ആയി. എത്ര കൂട്ടി? 4. 7 13 ആയി. എത്ര കൂട്ടി? പറഞ്ഞേ എത്രയാ? 7 13 ആമോ? 6 കൂട്ടി. ശ്രദ്ധിച്ച് ചെയ്യണേ. അപ്പോൾ നോക്കി നിങ്ങൾ അത് കൂട്ടിയിട്ട് പോകുന്ന ആ പാറ്റേൺ നോക്കി. 2 4 6 എന്ന് കൂട്ടിയിട്ടാണ് പോകുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ അടുത്ത വരിയിൽ ആദ്യത്തെ നമ്പർ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? എത്ര കൂട്ടേണ്ടി വരും? 8 കൂട്ടും. അപ്പോൾ 13 8 21. അടുത്ത വരിയിൽ ആദ്യത്തെ കൂട്ടാൻ എത്ര കൂട്ടേണ്ടി വരും? 10 കൂട്ടേണ്ടി വരും. അപ്പോൾ 21 10 31. പിന്നെ അടുത്ത വരിയിലെ ഫസ്റ്റ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 12 കൂട്ടേണ്ടി വരും. അപ്പോൾ 31 12. ഓക്കെ, മനസ്സിലായില്ലേ ആ പാറ്റേൺ എങ്ങനെയാണ് പോകുന്നത്? 31 12 കൂട്ടുക. അപ്പോൾ എത്ര വരും? 43 വരും. അടുത്തത് 43 14 കൂട്ടുക. ഇത് ഈ ഒരു മെത്തഡാണ് കുറേ കൂടി എളുപ്പം മറ്റേതിൽ വെച്ച് നോക്കുമ്പോൾ. അല്ലെങ്കിൽ നിങ്ങൾ ആ സമാന ശ്രേണി എന്നുള്ള ടോപ്പിക് എന്ത് ചെയ്യേണ്ടി വരും? മൊത്തം പഠിക്കേണ്ടി വരും. ഓക്കെ, 12ാമത്തെ വരിയും ചോദിക്കില്ല, അത് പക്ക ഷുവറാണ്, ഞാൻ പറഞ്ഞുതരാം. ഈ 12ാമത്തെ വരി എങ്ങനെ എങ്ങനെ കണ്ടുപിടിക്കാൻ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ഒന്ന് കണ്ടുപിടിക്കാം. പിന്നെ ശരിക്കുള്ള മെത്തേഡ് കേട്ടോ, സമാന ശ്രേണിയിലെ ശരിക്കുള്ള മെത്തേഡ് അങ്ങനെയല്ല. ശരിക്കുള്ള മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1ാമത്തെ വരിയിൽ ഒരെണ്ണം, 2ാമത്തെ വരിയിൽ 2 എണ്ണം, 3ാമത്തെ വരിയിൽ 3 എണ്ണം, 4ാമത്തെ വരിയിൽ 4 എണ്ണം. അപ്പോൾ 12ാമത്തെ വരിയിൽ 12 എണ്ണം. അങ്ങനെ 12ാമത്തെ വരിയിൽ അവസാനത്തെ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? എത്ര എണ്ണം കിട്ടാണ്ടെന്ന് വെച്ചാൽ ഇത് മൊത്തം കൂട്ടിയാൽ മതി. അപ്പം അത്രാമത്തെ സംഖ്യ വരുത്തുണ്ടാവും. ഇവിടെ നോക്കി നിങ്ങൾ ഈ 4 എണ്ണം കൂടി കൂട്ടിയേ. 4 3 7 2 9 10. 10ാമത്തെ ഒറ്റ സംഖ്യയ്ക്ക് ഈ കിടക്കുന്നത് 19. 1 2 3 4 5 6 7 8 9 10 കണ്ടോ? 10ാമത്തെ ഒറ്റ സംഖ്യയാണിത്. അപ്പോൾ അടുത്തൊരു 5 കൂടി കൂട്ടിയേ. 15ാമത്തെ ഒറ്റ സംഖ്യയ്ക്കും ഇതിൻ്റെ അവസാനം കിടക്കുന്നത്. അടുത്തൊരു 6 കൂടി കൂട്ടിയേ. 21 15 6 21ാമത്തെ ഒറ്റ സംഖ്യയ്ക്കും ഇവിടെ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 12 ചോദിക്കൂല, ഞാനത് അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്ത് പറയുന്നത്. നിങ്ങൾക്ക് 6 7 ഒക്കെ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് തോന്നുന്നില്ല ഇതിൻ്റെ ഇത് കഴിഞ്ഞിട്ട്. 172 206 ഇതേപോലെ തന്നെ ഒന്നുകൂടി ഉണ്ട് തോന്നുന്നു. 206 ഇത് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇത് നോക്ക്. 1 2 + 3 + 98 + 99 + 100 + 99 + 98 +
പിന്നെ എന്താണ് 1 വരെ. ഇത് നിങ്ങൾ ചെയ്യുമല്ലേ? ഇത് നാളെ ഒന്ന് ചെയ്ത് നോക്കും നിങ്ങൾ. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം ഇതിലെന്താ വരുന്നത്? 1 മുതൽ 100 വരെ കൂട്ടി പിന്നെ എന്ത് ചെയ്യാണ്? 1 മുതൽ പറ 1 മുതൽ 100 വരെ കൂട്ടിയിട്ട് പിന്നെ എന്ത് ചെയ്യാണ്? വീണ്ടും അതന്നെയല്ലേ കൂട്ടുന്നത്? വീണ്ടും അതന്നെ കൂട്ടുന്നത്. പക്ഷെ വീണ്ടും കൂട്ടുന്നത് 1 മുതൽ എത്ര വരെയാണ്? 99 വരെ. ഓക്കെ, നോക്കേ, നിങ്ങൾ 1 മുതൽ 100 വരെ ഞാൻ ഇവിടെ കൂട്ടിക്കഴിഞ്ഞു. പിന്നെ 99 പ്ലസ് 98 പ്ലസ് അങ്ങനെ അവസാനം 1 വരെ പോകുന്നത്. അതായത് 1 മുതൽ 100 വരെ കൂട്ടി പിന്നെ എന്ത് ചെയ്യാണ്? അടുത്തത് 1 മുതൽ 99 വരെ കൂട്ടാണ്. ഓക്കെ, ഇത് നിങ്ങൾ ഹോംവർക്കാണ്. ഞാനിപ്പോൾ എന്തായാലും ഗ്രൂപ്പിൽ ഇട്ട് തരാം ഈ സാധനം. എന്താ ചെയ്യേണ്ടത്? ആദ്യം 1 മുതൽ 100 വരെയുള്ള എൻ്റെ തുക കാണണം. പിന്നെ 1 മുതൽ 99 വരെയുള്ള എൻ്റെ തുക കാണണം. ആ രണ്ടും കൂടി കൂട്ടണം. ഓക്കെ, വേറെ ഈ മെത്തേഡ് ഉണ്ട്. അത് എനിക്ക് തോന്നുന്ന നിങ്ങൾ ഈ മെത്തേഡ് ശീലിച്ച് കഴിയുന്ന ഒരു നല്ലത്. ശരിക്കും പറഞ്ഞാൽ ഇവരുദ്ദേശിക്കുന്നത് അതായിരിക്കില്ല മിക്കവാറും ഇങ്ങനെ തന്നതിൻ്റെ. റെഡി? അപ്പോൾ 1 മുതൽ 100 വരെ കൂട്ടുക, 1 മുതൽ 99 വരെ കൂട്ടുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ ആൻസർ അത് രണ്ടും കൂടി കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടുമെന്ന് എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ മതി. ഗ്രൂപ്പിൽ ഒന്ന് ഇട്ടാൽ മതി. ഞാൻ സംഖ്യ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ അതിലിട്ട് വരും. അപ്പോൾ അത്രയാണ് ഇതിൽ മെയിനായിട്ട് വരുന്ന പ്രോഗ്രഷനിൽ വരുന്ന കേട്ടോ. 206 അല്ലേ ഇപ്പം അന്ന്? 206 പ്രോഗ്രഷൻ എന്ന് പറയാനില്ലെങ്കിലും ശ്രേണി ഒരു വയസ്സായിട്ട് ചോദിക്കുന്നതാണെങ്കിൽ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത്. ഏകദേശം പേര് പോയോ എന്നാണ് വേണ്ട അവസ്ഥ നോക്കട്ടെ. നമുക്ക് എത്ര പേരുണ്ട്? 16 പേര്. ഇനി നോക്ക്, നമ്മളൊരു ക്വസ്റ്റ്യൻ ഡൗട്ട് ചോദിച്ചു കുറച്ച് പേരുണ്ടായിരുന്നു. ഓക്കെ, ആ ഡൗട്ട് സെഷനാണ് പറയുന്നത്. പറയട്ടെ, ഇതിൽ ആദ്യം ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ച ഡൗട്ടാണ് ഇത്. റെഡി? 37. ഞാനിപ്പോൾ എന്തിനാണ് പറയുന്നത് വെച്ചാൽ ഡൗട്ടുള്ള ആരെങ്കിലും ഈ ഡൗട്ട് ചോദിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് പറയാൻ വേണ്ടിയിട്ടും കൂടിയാണ്. അല്ലാത്തവർക്ക് എന്ത് ചെയ്യും? ഈ റെക്കോർഡ് സെഷൻ ഇട്ട് കൊടുക്കുമ്പോൾ അവർ ഡൗട്ട് ഇതിൻ്റെ ലാസ്റ്റിൽ നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? n ഒരു എണ്ണൽ സംഖ്യയാണ്. 9 n ഈക്വൽ ടു അവർ തന്ന കണ്ടോളെ 1 2 4 5 6 ഡാഷ് 7 2 5 3 6. ഇതാണ് സംഭവം. 9 n ഈക്വൽ ടു 1 2 4 5 6 പിന്നെന്താണ്? ഒരു ഡാഷ് കേട്ടോ. ഇവിടെ ഒരു സംഖ്യ ഉണ്ട്. ആ സംഖ്യയാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് 7 2 5 3 6. ഈ 9 n തന്നതിൻ്റെ ഉദ്ദേശം എന്താ എന്ന് വെച്ചാൽ 9ൻ്റെ ഒരു മൾട്ടിപ്പിളാണ് ആ തന്നിരിക്കുന്ന സംഖ്യ എന്നാണ്. ഈ തന്നിരിക്കുന്ന 1 2 4 5 തുടങ്ങുന്ന സംഖ്യയില്ല, അത് 9ൻ്റെ ഒരു മൾട്ടിപ്പിളാണ്. കാരണം 9 എന്ന് വെച്ചാൽ എങ്ങനെയായാലും 9ൻ്റെ മൾട്ടിപ്പിളാണ്. എന്തോ ആവട്ടെ, നമുക്കറിയില്ല, അറിയാതിരിക്കും, എന്തോ ആവട്ടെ, 9ൻ്റെ മൾട്ടിപ്പിളാണ് ഈ തന്നിരിക്കുന്ന 1 2 4 5 6 ഡാഷ് 7 2 5 3 6. അപ്പോൾ ഇതിൽ ഈ ഡാഷ് എന്നുള്ള സംഖ്യ അങ്ങനെ ആവാൻ ചാൻസ് ഉള്ള ഏതാണെന്ന് ചോദിക്കുന്നത്. എ ബി സി ഡിയിൽ ഏതോ ഒന്നിനെ ചാൻസ് ഉള്ളൂ അതിലാവാൻ. അതേതാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ 9നെ കൊണ്ട് ഏതെങ്കിലും ഒരു സംഖ്യനെ ഹരിക്കാൻ പറ്റുമെന്ന് നോക്കാൻ 9നെ കൊണ്ട് 3 കൊണ്ട് കേട്ടോ. ഇതേ റൂള് 3നും ആപ്ലിക്കബിൾ ആണ്. ഹരിക്കാൻ പറ്റുമെന്ന് നോക്കാൻ എന്ത് ചെയ്താൽ മതി? സംഖ്യകളുടെ ഡിജിറ്റൊക്കെ കൂട്ടി നോക്കുക. ആ ഡിജിറ്റൊക്കെ കൂട്ടി കിട്ടുന്ന സംഖ്യനെ 9 കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ എന്താണ്? ആ മൊത്ത സംഖ്യനെ 9 കൊണ്ട് ഹരിക്കാം. ഇപ്പം ഞാൻ ഒറ്റ എക്സാമ്പിൾ പറഞ്ഞുതരാം. 243 9 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല നോക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതിലെ ഡിജിറ്റൊക്കെ കൂട്ടുക. അതൊരു കോമട്ട് പോയതാണ്. 243. അപ്പോൾ 4 3 7 2 9. 9ന് 9 കൊണ്ട് ഹരിക്കാൻ പറ്റുമല്ലോ. അപ്പം 243 എന്ത് ചെയ്യാൻ പറ്റുമോ? 9 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പോൾ വലിയ സംഖ്യ തന്നാൽ വളരെ എളുപ്പത്തിൽ ചെക്ക് ചെയ്യാം ഇങ്ങനെ ഈ ഒരു കാര്യം. ഇപ്പോൾ എന്താണ് 91 23 4 3. അപ്പോൾ ഈ സംഖ്യ ഇതിനെ ഞാൻ 9 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് കൂട്ടി നോക്കാം. ഇതിലെ ഡിജിറ്റ് 9 1 10 12 3 15 4 19 19 3 22. അപ്പോൾ 22ന് 9 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ സംഖ്യ എന്ത് ചെയ്യാൻ പറ്റില്ല? 9 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ഇല്ല, ഇതിൻ്റെ തുക മൊത്തം കണ്ടുനോക്കാണ്. ഇതിൻ്റെ തന്നിരിക്കുന്ന സംഖ്യകളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഡാഷ് ഉണ്ട്, ഇതാണ് കണ്ടുപിടിക്കണം നമുക്ക്. അപ്പോൾ 2 1 3 4 3 7 പിന്നെന്താ 7 6 13 13 5 18 18 2 20 ഓരോന്ന് കൂട്ടുവാണേ. 25 6 31 31 10 41
കൂട്ടി വെക്കട്ടെ, ഞാൻ എൻ്റെതായ രീതിയിൽ കൂട്ടിയാണേ. 41 വരുന്നത് എൻ്റെ ഒരു തോന്നുന്നു. അപ്പോൾ 41 ഇതിൽ വരുന്നത്. അപ്പോൾ 41 9 കൊണ്ട് 41 ഇതിൻ്റെ തുക കിട്ടുന്നത്. അപ്പോൾ 41 ഏത് സംഖ്യ ചേർത്താലാണ് പിന്നെ അത് ഒരു 9ന്റെ ഗുണനാണെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ ഓപ്ഷൻ എ നോക്കി. ഇവിടെ 2 ഇട്ടിട്ട് കാര്യമുണ്ടോ? ഇല്ല. 41 2 43 ആവേ ഉള്ളൂ. 43 ആയിട്ട് കാര്യമില്ല, 9ന്റെ മൾട്ടിപ്പിൾ അല്ല. ഇനി 0 ഇട്ടിട്ട് കാര്യമുണ്ടോ? ഇല്ല. 41 0 ചേർത്താലും 41 തന്നെ ആവുള്ളൂ. 41 9 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. ഇനി 7 പറ്റില്ല. 41 7 48 9ന്റെ മൾട്ടിപ്പിൾ അല്ല. പിന്നെയുള്ള 4 ലാസ്റ്റ് വരുന്നത് 41 4 45 കറക്റ്റാണ്. 45 9ന്റെ മൾട്ടിപ്പിളാണ്. 9 × 5 ആണ് 45. അപ്പോൾ ഇവിടെ ആകെ ചേർക്കാൻ പറ്റുന്ന നമ്പർ എന്ന് പറയുന്നത് ഏതാ നമ്പർ? 4. ഓക്കെ, അതാണ് 4 ഇവിടെ വരുന്നത്. മുമ്പ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ മിക്കവാറും ഡിലീഷൻ ചിലപ്പോൾ പോയിട്ടുണ്ടാവും. കാരണം ഈ ഇംഗ്ലീഷ് സെക്ഷൻ ഇതിൽ എന്തില്ല, ക്വസ്റ്റ്യനിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഈഫ് എന്ന് പറഞ്ഞിട്ടൊന്നും തന്നിട്ടില്ലല്ലോ. എനിക്കറിയില്ല ഡിലീറ്റ് ആയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഈഫ് എന്ന് പറഞ്ഞിട്ട് 9n = എന്ന് പറഞ്ഞിട്ട് തരണമായിരുന്നു. അവിടെ 9n ഒന്നും കണ്ടിട്ടില്ല ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഇതില്ലേ, ഇത് ഡയറക്റ്റ് ആയിട്ട് ഇവർക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കായിരുന്നു? 1 2 4 5 6 -7 2 5 3 6 6നെ 6 9ന്റെ എന്താണ് ഒരു ഗുണനമായിരുന്നെങ്കിൽ ഡാഷിൻ്റെ സ്ഥാനത്ത് വരുന്ന അക്കം ഏത് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് ശരിക്കും ഇത്. അത് അവരൊന്ന് ടെസ്റ്റ് ചെയ്ത് ചോദിച്ചാണ്. അവിടെ ഒരു ഷെയ്ഡൊക്കെ കൊടുത്തിട്ട് 9n എന്നൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഈക്വൽ ടു എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, നോർമലി ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുക അങ്ങനെയാണ് ചോദിക്കാറുള്ളത്. 1 2 4 5 6 x എന്നൊക്കെ ചോദിക്കുക. 7 2 5 3 6 9ന്റെ ഒരു ഗുണിതമായാൽ എക്സിൻ്റെ വില എന്ത്? ഓക്കെ, അതേ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു അവർ മാറ്റി ഇങ്ങനെ ചോദിച്ചു. കിട്ടുമല്ലോ, എനിക്ക് കിട്ടുമല്ലോ. നിങ്ങൾക്ക് ജസ്റ്റ് കൂട്ടി, വളരെ സിമ്പിളാണ് സംഭവം. അക്കങ്ങളൊക്കെ കൂട്ടി നോക്കുക, പിന്നെ അവിടെ ഏത് വന്നു കഴിഞ്ഞാൽ മാച്ച് ആവുന്നതെന്ന് നോക്കാം. ഇത് അപ്പോൾ നിങ്ങൾ ചോദിക്കുക, അപ്പോൾ നിങ്ങൾ 7 തന്നാൽ 7ന്റെ മൾട്ടിപ്പിൾ എല്ലാം തരൂല. ഇതിൽ തരുന്നതിൽ 1 5 9 3 ആണ് ഇതിൽ തരുക നിങ്ങൾക്ക് ചോദിക്കുന്നത്. കാരണം 9 3 ഈ റൂൾ ഈ ഒരു സമ്മ് കാണാൻ പറ്റുന്ന രീതിയിലുള്ളതുണ്ട്. ഓക്കെ ആണേ. പിന്നെ ഉള്ളത് ചോദിക്കാന്ന് വെച്ചാൽ നീയിപ്പോൾ എന്താണ് 4 കൊണ്ടായിരിക്കാൻ പറ്റുമോ നോക്കണേ. ലാസ്റ്റിലത്തെ 2 ഡിജിറ്റ് നോക്കിയാൽ മതി. ലാസ്റ്റിലത്തെ 2 ഡിജിറ്റ് ആയിരിക്കാൻ പറ്റുമോ എന്നുള്ളത്. ഓക്കെ, അങ്ങനെ ഏത് സംഖ്യയുടെ ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കി 4 കൊണ്ടായിരിക്കാൻ പറ്റുമെങ്കിൽ മൊത്തം സംഖ്യയെ 4 കൊണ്ട് എന്ത് ചെയ്യാൻ ഹരിക്കാൻ പറ്റും. പക്ഷെ 4 അങ്ങനെ ചോദിച്ചു കാണില്ലേ. 9 ഇടയ്ക്കിടയ്ക്ക് ചോദിച്ച് കാണാറുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞത് 9 3 കാണാറുണ്ട്. 3ന് ഇതേ റൂൾ തന്നെയാണ് കേട്ടോ. 3 കൊണ്ട് ഹരിക്കാൻ പറ്റണം ടോട്ടൽ. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഇനി 60ാമത്തെ ക്വസ്റ്റ്യൻ ഏകദേശം എല്ലാവരും പോയിട്ടുണ്ടാവില്ലേ. ജസ്റ്റ് റെക്കോർഡാകുന്നുണ്ടാണ് കേട്ടോ. റെഡി, ഇതൊന്ന് പറയട്ടെ. ഇത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ വന്നപ്പോൾ. നമ്മൾ ചെയ്തില്ല. 2002 എന്ന സംഖ്യയെ സംബന്ധിച്ച് താഴെ പറയുന്നതിൽ ശരിയല്ലാത്തത് കേട്ടോ. ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ആദ്യം ABCD നിങ്ങൾ വായിച്ച് നോക്കും. ഒറ്റയടിക്ക് പെട്ടെന്ന് കിട്ടുന്ന ഏതെങ്കിലും ഉണ്ടോ നോക്കുക. ശരിയല്ലാത്ത ഏതെങ്കിലും ഒന്നുണ്ടോയെന്ന്. ഓക്കെ, ഇങ്ങനത്തെ സംഖ്യകളൊക്കെ ഇപ്പോൾ വായിച്ച് ശരിയാണോ തെറ്റാണോ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുന്നതിന് പകരം ABCD ഒന്ന് വായിച്ച് നോക്കാം. നമുക്ക് പെട്ടെന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത്. കാരണം ചിലപ്പോൾ D ആയിരിക്കും ശരിയല്ലാത്ത രീതിയിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ തന്നിരിക്കുന്നത്. അപ്പോൾ A എന്നുള്ളത് നോക്കി 2 2 സംഖ്യകളുടെ ഗുണനഫലമാണ്. അതായത് 2002 എന്ന് പറയുന്നത് എന്താണ്? 2 2 എന്ന് പറയുന്നത് എന്താ? 21 × 35. അപ്പോൾ ഇതുപോലുള്ള ഒരു സംഖ്യയുടെ ഗുണനഫലമാണ് 2002 എന്നാണ് പറയുന്നത്. ചാൻസ് ഉണ്ടാവാൻ കാരണം എന്താ? ഞാൻ വേറെ മെത്തേഡാണ് പറഞ്ഞത്. ഞാൻ ഡൗട്ട് ചോദിച്ചപ്പോൾ നിങ്ങൾ കുറച്ച് പേരോട് പറഞ്ഞത് ഇത് ഫാക്ടേഴ്സ് ആക്കിയിട്ട് എഴുതിയിട്ട് നോക്കാനാണ്. അത് ഒരു മെത്തേഡാണ്. അല്ലാതെ പെട്ടെന്ന് കിട്ടുന്ന ഒരു മെത്തേഡ് ഒന്ന് ഇങ്ങനെ ചെയ്യാം. ഇപ്പോൾ 21 ഞാൻ 50 അല്ലേ, 50 × 50 ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം എത്ര വരും? 2500. അപ്പോൾ ഇത് നല്ല ചാൻസ് ഉണ്ട് കിട്ടാൻ. 2 അക്കങ്ങൾ ഗുണിച്ച് കഴിഞ്ഞാൽ 2500 2000 കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. 2002 കിട്ടാൻ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത് ഒരു 2 സംഖ്യയും ഒരു 3 സംഖ്യയും അതും അവിടെ നിൽക്കട്ടെ. ഓപ്ഷൻ C നോക്കി നിങ്ങൾ. 2 3 സംഖ്യകളുടെ ഗുണനഫലം അതെപ്പോഴെങ്കിലും ആവാം. 3 ഏറ്റവും ചെറിയ സംഖ്യ ഏതാ? 100 അല്ലേ. 3 ഏറ്റവും ചെറിയ സംഖ്യ 100 അല്ലേ. ഇനി വീണ്ടും ഞാനൊരു ഏറ്റവും ചെറിയ സംഖ്യ എടുക്കുകയാണ് 100. ഇത് രണ്ടും കൂടി ഗുണിച്ചാൽ തന്നെ എത്രയാവും?
എത്രയാവും? 100 ഗുണിച്ചാൽ 10,000. ഇനി ഏത് രണ്ടക്ക മൂന്നൊക്കെ ഉള്ള സംഖ്യയുടെ അടുത്ത് ഗുണിച്ചാൽ 10,000ത്തിന്റെ മുകളിലേ വരും, താഴോട്ട് വരും എപ്പോഴെങ്കിലോ? ഇല്ല. താഴോട്ട് ഒരിക്കലും വരില്ല. കാരണം 100 ഏറ്റവും മിനിമം ആണ് നമ്മൾ എടുത്തത്, ഈ 100. അപ്പൊ 2 മൂന്നക്ക സംഖ്യകളുടെ ഗുണനഫലം ഒരിക്കലും എന്ത് ചെയ്യില്ല, ഈ 2002 വരില്ല. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി ഇതാണ് ഓപ്ഷൻ ശരിയല്ലാത്തത്, ഓപ്ഷൻ സി ആണ്. ബാക്കിയുള്ള ഒന്നും ഇനി നോക്കണ്ട, തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ കുറേയൊക്കെ ഏകദേശം അങ്ങനെ ഒന്ന് എന്ത് ചെയ്യൂ, ഒന്ന് കിട്ടും. ഇനി അതിൻ്റെ ശരിക്കുള്ള മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ 2002 എന്ത് ചെയ്യുക, നിങ്ങൾ ഫാക്ടേഴ്സ് ആക്കിയിട്ട് എഴുതുക. 2002 ഫാക്ടേഴ്സ് ആക്കിയതെന്ന് വെച്ചാൽ പ്രൈം നമ്പേഴ്സ് ഉണ്ട്, 2 കൊണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? 1001 എന്ന് കിട്ടും. ഓക്കെ, വീണ്ടും എന്ത് ചെയ്യുക, ഇതിലെത്രയാണ് പോകുന്നത്? 13 പോവോ? ആയിരത്തി 1 13 11 പോകും, നോക്കേണ്ടി വരും. 11 പോവാണെന്ന് വെച്ചാൽ 13 പോകും. കാരണം 13 അരിക്കണം, 100 അരിച്ചു കഴിഞ്ഞാൽ 7, 13 കൊണ്ടായിരിക്കാം. 13 അരിച്ച് എത്ര വരും? 77 വരും. ഓക്കെ, അരിച്ചു നോക്കിയാൽ മതി അങ്ങനെ. പിന്നെ 77 പിന്നെ അരിക്കാൻ പറ്റുന്ന സംഖ്യ ഏതാ? കറക്റ്റ് പെട്ടെന്ന് കിട്ടുന്ന 7 11. ഓക്കെ, അപ്പോൾ ഈ 2002 കിട്ടാൻ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഏത് ചെയ്താൽ 2 × 13 7 × 11 മൾട്ടിപ്പിൾ ചെയ്താൽ കിട്ടുന്ന സംഖ്യയാണ് ഇത് 2002. അപ്പോൾ അതിൽ നിങ്ങൾക്കിപ്പോൾ ഇത് നോക്ക്, ഞാൻ എല്ലാണ്ട് പെട്ടെന്ന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 2ഉം 1001 എന്താണ് മൾട്ടിപ്പിൾ ചെയ്താൽ എന്ത് കിട്ടും? 2002 കിട്ടും. ഒരു 4 അക്ക സംഖ്യയുടെയും ഒരു ഒരക്ക സംഖ്യയുടെയും ഗുണനഫലമാണ്. അതാണ് 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ക്ലിയർ ആണ്? ഒന്ന് അങ്ങനെ നോക്കിയാൽ മതി. ഇനി അടുത്തത് 2 × 13 30. 2 × 13 എത്രയാ? 26. 26 ഈ താഴെ തന്നിരിക്കുന്ന 77 കൂടി ഗുണിച്ച് നോക്കി നിങ്ങൾ. 26 × 77 എത്ര കിട്ടും? 2026 × 72 2002 കിട്ടും. അപ്പോൾ 2 രണ്ടക്ക സംഖ്യകളുടെ ഗുണനഫലമായിട്ടും കിട്ടി. അപ്പോൾ അങ്ങനെയാണ് ഇതിൽ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നോക്കുവാണെങ്കിൽ ഓരോന്നോരോന്ന് വെച്ച് നോക്കുവാണെങ്കിൽ കറക്റ്റ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ആ ഒരു മെത്തേഡാണ്. ഇതിൽ ഡൗട്ടില്ലല്ലോ. ഇത് ഇങ്ങനെയൊന്നും പോകണ്ട, നിങ്ങൾക്ക് ആ തന്നിരിക്കുന്നത് ചെക്ക് ചെയ്യുക. 3 അക്ക സംഖ്യകളൊക്കെ എടുത്തിട്ടൊന്ന് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ ആൻസർ കിട്ടും. അവർ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ എടുത്തിട്ട് പറയുന്നത്. ചെക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് കുറച്ചുകൂടി പെട്ടെന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഇത് 2 എണ്ണം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് പേര് ഡൗട്ട് ചോദിച്ചതിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ കോമൺ ആയിട്ട് ചോദിച്ചാൽ ഏതും കൊണ്ടുണ്ടോ നോക്കട്ടെ, പെട്ടെന്ന് കാണുന്നത്. ഒന്ന് ഇത് തന്നെ 40ാമത്തെ ക്വസ്റ്റ്യൻ. 4 വ്യത്യസ്ത അഭാജ്യ സംഖ്യയുടെ തുക 43 ആണ്. അതിലൊന്ന് 11 ആയാൽ അവയിൽ ഏറ്റവും വലുത് ഏത്? ഓക്കെ, പറയുകയാണെ 4 എണ്ണം ഉണ്ട്. ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്, ഒരു 4 വട്ടം വരക്കുവാണ്. ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന എത്രയാ? 43. ഓക്കെ, അതിലൊന്ന് 11 തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 1 കിട്ടിയാൽ 11. അപ്പോൾ ഇനി 3 എണ്ണം കൂട്ടിയാൽ എത്ര കിട്ടുമോ? അത് പോട്ടെ, അപ്പോൾ ഇനി 3 എണ്ണം കണ്ടുപിടിച്ചാൽ മതിയല്ലോ. അപ്പോൾ 43 എന്ത് ചെയ്താൽ മതി? 11 കുറക്കുക. അപ്പോൾ എത്ര വരുമോ? 42 32. അപ്പോൾ ഈ 32 കിട്ടുമോ നമുക്ക്? 32. ഇതിൻ്റെ അടുത്ത നിങ്ങൾക്ക് മനസ്സിലാകണ്ട, പെട്ടെന്ന് കത്തേണ്ട ഒരു പോയിന്റ് എന്നറിയാമോ? ഈ അഭാജ്യ സംഖ്യയുടെ പ്രത്യേകത എന്താ? എല്ലാം ഒറ്റ സംഖ്യയാണ്. ഏതോ ഒഴിച്ച് 2 ഒഴിച്ച് ബാക്കിയൊക്കെ ഒറ്റ സംഖ്യകളാണ്. 2 കഴിഞ്ഞാൽ പിന്നെ 3 5 7 11 13 എന്നൊക്കെ പറഞ്ഞു പോകുന്നത് ബാക്കിയൊക്കെ ഒറ്റ സംഖ്യകളാണ്. 3 ഒറ്റ സംഖ്യകൾ കൂട്ടിയാൽ എപ്പോഴെങ്കിലും ഒരു ഇരട്ട സംഖ്യ കിട്ടുമോ? നിങ്ങൾ നോക്കിയേ, 32 ഒരു ഇരട്ട സംഖ്യ. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു 3 ഒറ്റ സംഖ്യ കൂട്ടി നോക്ക്, ഇരട്ട സംഖ്യ കിട്ടുമോ? 7 3 10 15. ഒരിക്കലും കിട്ടില്ല. 3 ഒറ്റ സംഖ്യകൾ കൂട്ടിയാൽ ഇരട്ട സംഖ്യ കിട്ടുമോ? ഇല്ല. അപ്പോൾ ആകെ വരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താ? ഈ 2 ഇതിലോ ഒരു നമ്പറായിട്ട് ഉണ്ടാവും. എന്നാൽ മാത്രമേ എന്ത് കിട്ടുമോ? ഇരട്ട സംഖ്യയായിട്ട് നമുക്ക് ഈ സമ്മ് കിട്ടും. അപ്പോൾ അടുത്ത സംഖ്യ കിട്ടിയ അടുത്ത സംഖ്യ എത്രയാ? 2. എങ്ങനെയാണ് 2 കിട്ടിയത്? 2 ഇല്ലെങ്കിൽ ഒരിക്കലും ഇരട്ട സംഖ്യയായിട്ട് നമുക്ക് സമ്മ് കിട്ടില്ല 32 3 ഒറ്റ സംഖ്യകൾ എടുത്താൽ. അപ്പോൾ 2 ഇതിൽ വരുന്നുണ്ട്. 2 ഇതിൽ വന്നാലേ എന്ത് ചെയ്യും? 32 വരും. അപ്പോൾ ഇനി നമ്മളെ വീണ്ടും ചെറുതായി ഈ 2 എണ്ണത്തിൻ്റെ സമ്മത്തിലായിരിക്കും ഇനി 32 2 30. അപ്പോൾ 2 അഭാജ്യ സംഖ്യകൾ വേണം, 30 തുക വരണം.
അപ്പോൾ നിങ്ങൾ ഓപ്ഷനിൽ എടുത്ത് നോക്ക് 23. ഇതിൽ ടോപ്പിൽ വരുന്നത് ഏറ്റവും വലുത് ഏതാണെന്ന് ചോദിക്കുന്നത്. 23 വന്നു കഴിഞ്ഞാൽ അടുത്തത് ഏതാ വരിക? 23 എടുക്കാൻ പറ്റുവാണെങ്കിൽ 23 എടുത്താൽ 7. കറക്റ്റാ. 23 7 എടുത്താൽ മതി. 7 പ്രൈം നമ്പറാണ് എല്ലാ അഭാജ്യസംഖ്യ. അപ്പോൾ ഇതിലെ ടോപ്പ് എന്ന് പറയുന്നത് എത്രയാണ്? 23 ഓക്കെ. 23 എടുത്തിട്ട് മറ്റേ തുക 30 വരികയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് 7 കിട്ടുമ്പോൾ തുക 30 വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ 23 ഇതിലെ ഏറ്റവും വലിയ സംഖ്യ. അപ്പോൾ ഇതിലുള്ള എല്ലാ സംഖ്യയും നമുക്ക് കിട്ടി. ഏതൊക്കെയാ? 23, 7, 11, 2. അതാണ് ആ സംഖ്യകൾ 4. ഓക്കെ. അപ്പം അങ്ങനെ അഭാജ്യ സംഖ്യയുടെ തുക എന്ന് പറഞ്ഞ് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കണം. അതിലെപ്പോഴും ഈ 2 ഉൾപ്പെടുത്താനുള്ളൊരു നല്ല ചാൻസ് ഉണ്ട് അവിടെ എവിടെയെങ്കിലും. അല്ലാതെ ഒന്നും നമുക്ക് ഒരു വലിയ ഒരു 6 അഭാജ്യ സംഖ്യ എന്ന് ചോദിച്ചാൽ നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. അങ്ങനെയൊന്നും അഭാജ്യ സംഖ്യയിൽ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്നൊന്നും കാണാൻ പറ്റില്ല. അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത് നമുക്കൊരു ഇത്ര പിടിതരത്തിലുള്ള ആളാണ്. ഈ 46ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യയിൽ 5ൻ്റെ സ്ഥാനവിലയുടെ തുക നിങ്ങൾക്ക് ഏകദേശം കിട്ടേണ്ടതാണ്. ഇപ്പോൾ നോക്കി ഓരോന്നിൻ്റെ സ്ഥാനവില എഴുതണം. 55. 55ൽ ആദ്യത്തെ 5ൻ്റെ സ്ഥാനവില എത്രയാ? 5 × 1. ഞാൻ പറഞ്ഞു സ്ഥാനവില കാണാൻ എന്ത് ചെയ്യണോ? ആ പൊസിഷൻ വാല്യൂ എടുത്തിട്ട് അതിനെ ഗുണിക്കണം നമ്പറിന്, അല്ലേ? അപ്പോൾ ഇതിൽ ഒറ്റയുടെ സ്ഥാനത്താണ്. അപ്പോൾ 1 × 5 5 വരും. ഈ രണ്ടാമത്തെ കിടക്കുന്ന 5ൻ്റെ സ്ഥാനവില എത്രയാ? 50. കാരണം 10ൻ്റെ സ്ഥാനത്താണുള്ളത്. അപ്പോൾ 10 × 5 50 വരും. ഓക്കെ. അപ്പോൾ 55 കഴിഞ്ഞ് ഇനി അടുത്തത് എത്രയാ? 20,500. 20,500 5ൻ്റെ സ്ഥാനവില എത്രയാ? ഒറ്റ 10 100ൻ്റെ സ്ഥാനത്താണുള്ളത്. അപ്പോൾ എത്ര വരും? 500. അപ്പോൾ അതിൽ 5 കഴിഞ്ഞ് ഇനി അടുത്തത് 150, 500. ഇതിൽ ആദ്യത്തെ 5, അതായത് ഒറ്റ 10 100ൻ്റെ സ്ഥാനത്തുള്ള 5ൻ്റെ സ്ഥാനവില എത്ര വരും? 500. ഇനി അടുത്ത ഇപ്പുറത്ത് 2 എണ്ണം ഇപ്പുറത്തോട്ടായിട്ട് ഒരു 5 കൂടി കിടക്കുന്നുണ്ട്. അപ്പോൾ അത് എത്രയാണ് അതിൻ്റെ പൊസിഷൻ? ഒറ്റ 10 100 1000 10,000. 10,000 × 5 എന്ന് പറയുമ്പോൾ 50,000. അപ്പോൾ 50,000 കൂട്ടിയാൽ മതി. മൊത്തത്തിൽ കൂട്ടുക. 50,000 500 500 1000 എത്രയായി? 51,000. 51,000 ഒരു 55 50 5 51 ഓക്കെ. ഇതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. ഇതിൽ നമ്മൾ ടോപ്പിക് എടുത്താണ്. സ്ഥാനവില മുഖവിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അറിയില്ലെങ്കിൽ ആ ടോപ്പിക് ഒന്നുകൂടെ കാണും. ഇനി 48ാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. 48. ഇത് നോക്കിയോ ഈ ക്വസ്റ്റ്യൻ. ഇത് ഡൗട്ട് ചോദിച്ചാൽ വരുന്നതാണ്. ഇങ്ങനെ ഒരു സംഖ്യ ഗുണിച്ചു കഴിഞ്ഞാൽ എത്ര 0ത്തിൽ അവസാനിക്കുന്ന ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എത്ര 0ത്തിൽ അവസാനിക്കും? അപ്പോൾ ഇവിടെ ഇതൊരു പർട്ടിക്കുലർ മെത്തേഡിലാണ് കേട്ടോ ഇത് ചെയ്യാം. എപ്പോഴും നമുക്ക് എത്ര 0ത്തിൽ അവസാനിക്കുമെന്ന് ചോദിക്കണമെങ്കിൽ ഇപ്പോൾ 0ത്തിൽ അവസാനിക്കുന്ന സംഖ്യകൾ എങ്ങനെയാണ് കിട്ടുമെന്ന് നോക്കാൻ മതി. ഇപ്പോൾ ഈ 2ഉം 5ഉം തമ്മിൽ ഗുണിച്ചാലാണ് എപ്പോഴും എന്ത് ചെയ്യുക? 0ത്തിൽ അവസാനിക്കുക. 10. നമ്മളപ്പോൾ ചെയ്യുന്ന മെത്തേഡ് എന്ന് അറിയോ? ഈ സംഖ്യകളൊക്കെ 2ൻ്റെയും 5ൻ്റെയും ഗുണിതം എല്ലാം ഒന്നും ആക്കാൻ പറ്റില്ല. പക്ഷേ ഇതിലാക്കാൻ പറ്റുന്ന സംഖ്യകളൊക്കെ എന്ത് ചെയ്യും? 2ൻ്റെയും 5ൻ്റെയും മൾട്ടിപ്പിൾ ആക്കിയിട്ട് എഴുതും. ഓക്കെ. 2ൻ്റെയും 5ൻ്റെ മൾട്ടിപ്പിൾ ആക്കി കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇപ്പോൾ ഞാൻ പറയാണ് 2 × 5 10 ഉണ്ട്. അടുത്ത ഞാൻ എഴുതുവാണ് ഇപ്പോൾ 2 × 2 × 5. ഇത് ഗുണിച്ച് കഴിഞ്ഞാൽ എത്ര 0 ഉണ്ടാകുന്ന നോക്കിയാൽ എന്ത് ചെയ്താൽ മതി? ഈ 2ഉം 5ഉം എത്ര പേരുണ്ട് നോക്കിയാൽ മതി. ഇവിടെ 2ഉം 5ഉം എത്ര പേരുണ്ട്? ഒരു പേര്. ഓക്കെ. ഇപ്പോൾ 2 × 5 10 10 × 2 20. ഇപ്പോൾ 20 ആണെങ്കിൽ അവസാനം എത്ര 0 ഉള്ളൂ? ഒരു 0. അപ്പോൾ ഇവിടെ ഇനി ഏത് സംഖ്യ ഇപ്പുറത്ത് വന്നാലും ഇപ്പം നോക്കി ഞാൻ 7 ഒരു കാര്യമില്ല. 7 ഇട്ടിരുന്ന ഒരു കാര്യമില്ല. എത്ര വേറെ സംഖ്യ ഇട്ട് കഴിഞ്ഞാലും അവസാനം ഒരു 0 ഉണ്ടാവും. പക്ഷേ 7ൻ്റെ പകരം 5 വന്നെന്നായിരിക്കും. അപ്പോൾ എത്ര ആയിട്ടുണ്ടാവും ഇത്? 5 × 2 ഒരു 0. 5 × 2 അടുത്ത പേര് ഒരു 0. അപ്പോൾ 2 0 ആയിട്ടുണ്ടാവും. ഓക്കെ. 2 0 ആണേ. ഇത് ആൻസർ 100 വരിക. അപ്പോൾ 2 0 100. അപ്പോൾ 5ൻ്റെയോ 2ൻ്റെയോ പേഴ്സ് എത്ര എണ്ണം ഉണ്ടെന്നാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇതിൽ മാറ്റിയത്. അപ്പോൾ ഇതിൽ ഓരോ സംഖ്യകൾ എന്ത് ചെയ്യും? അങ്ങനെ മാറ്റിയതാണ്. അപ്പോൾ ആദ്യത്തെ സംഖ്യ 16. 16 മാറ്റി കഴിഞ്ഞാൽ എങ്ങനെ ചെയ്താ? 2 × 8 16ആയി. 2ൻ്റെ മാത്രം മൾട്ടിപ്പിൾ ആക്കുക. 2ൻ്റെ 5ൻ്റെ ആക്കാൻ പറ്റുന്നുണ്ട്. 2ൻ്റെ 5ൻ്റെ ആക്കുക. അടുത്ത് 22. 2 × 11 ആക്കാൻ പറ്റുന്നത് നടക്കോട്ടോ. നമുക്ക് 5ൻ്റെ മൾട്ടിപ്പിൾ അല്ല അതൊന്നും. അപ്പോൾ ഏതാണ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ചെയ്യാം. 15.
5 ഇൻറ്റു 3. ഓക്കെ, അടുത്തെടുക്കുവാണ് 50. 50 ആകുമ്പോൾ 5 ഇൻറ്റു 10 വേണ്ടത്. അപ്പോൾ 10നെ വീണ്ടും എങ്ങനെ മാറ്റാം? 5 ഇൻറ്റു 2. 5 ഇൻറ്റു 2. അപ്പോൾ 5 ഇൻറ്റു 5 ഇൻറ്റു 2 നേരി ഞാൻ 50. 65 ആകുമ്പോൾ 5 ഇൻറ്റു 13 കേട്ടോ, അറിയണേ. 13ൻ്റെ മൾട്ടിപ്പിളാണ്. 5 ഇൻറ്റു 13 ആണ് 65. അടുത്തത് 115. നോക്കി, ഇതൊക്കെ 5ൻ്റെ മൾട്ടിപ്പിളാണ്, പെട്ടെന്ന് കഴിയും. 115 എന്ന് പറയുമ്പോൾ എത്ര? 100 വരെ 20 പ്രാവശ്യം പോകും. പിന്നെ 21, 22, 23. അപ്പോൾ 5 ഇൻറ്റു 23. അടുത്ത 18. 18 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരിക? 9. നമ്മൾ പ്രൈം നമ്പേഴ്സ് ആക്കിയിട്ട്, ഇതൊക്കെ പ്രൈം നമ്പേഴ്സ് ആണ് കേട്ടോ. നമ്മൾ പ്രൈം നമ്പേഴ്സ് ആക്കിയിട്ട് എഴുതുന്നെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ജസ്റ്റ് അറിയണമെങ്കിൽ 3 ഇൻറ്റു 3 ഇൻറ്റു 2 അങ്ങനെ എഴുതണമെന്നില്ല. കാരണം നമുക്കിവിടെ 2 5ൻ്റെ പേഴ്സ് മാത്രം മതി, ആ എണ്ണം മാത്രം മതി. 2 ഇത് കേട്ടോ, ജസ്റ്റ് മാറ്റിയത്. ഓക്കെ, 3 ഇൻറ്റു 3 ഇൻറ്റു ഞാൻ എഴുതിയത് പ്രൈം നമ്പേഴ്സ് മാത്രമാക്കിയിട്ട് എല്ലാ സംഖ്യകളും എന്ത് ചെയ്യുക? മൾട്ടിപ്പിൾ ആക്കിയിട്ട് എഴുതാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ഗുണമുണ്ട്. അപ്പോൾ 18 കഴിഞ്ഞ്. പിന്നെ 90 ആകുമ്പോൾ 18 ഇൻറ്റു എത്ര വരും? 5 കേട്ടോ. 18 ഇൻറ്റു 5. അപ്പോൾ 18നെ നമ്മളിപ്പോൾ എഴുതിയ പോലെ തന്നെ എന്ത് ചെയ്യാം? ഒരു പ്രാവശ്യം കൂടി 3 ഇൻറ്റു 2 എന്ന് എഴുതാം. അപ്പോൾ 18 ഇൻറ്റു എന്ത് ചെയ്താൽ മതി? ഒരു 5. ഓക്കെ, കഴിഞ്ഞ്. ഇത്രയേ ഉള്ളൂ. ഇനി എണ്ണയാൽ മതി എത്ര 2ൻ്റെയും 5ൻ്റെയും പേഴ്സ് എത്ര എണ്ണം ഉണ്ട് എന്നുള്ള. അപ്പോൾ മിനിമം പേഴ്സ് ആണ് നമുക്ക് ഇവിടെ വേണ്ടത്. ഇപ്പോൾ 2 എത്ര എണ്ണം ഉണ്ട് നോക്കാം ആദ്യം. 2 എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6, പിന്നെ എത്ര ഉണ്ട്? 7 8 എണ്ണം അല്ലേ? ഓക്കെ, 2 എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം. ഇനി നോക്കി 5 എത്ര എണ്ണം ഉണ്ട് എന്നുള്ള. 1 2 3 4 5, പിന്നെയോ 6 കേട്ടോ. ഇത് 3 ആണേ, ഇത് 5 അല്ലേ, ഇത് 3. 9 ഇൻറ്റു 9, 3 ഇൻറ്റു 9 അല്ലേ. അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം. 6 എണ്ണം. 5 എന്ന് പറയുന്നത് 6 എണ്ണമാണുള്ളത്. അപ്പോൾ ഇതിൽ പേഴ്സ് എന്ന് പറയുന്നത് എത്ര എണ്ണം ഉണ്ടാവും? മിനിമം നമ്പേഴ്സ് നമ്മൾ എടുക്കാൻ പറ്റും. 6 5കൾക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യും? 6 2കൾ വരും. 2 പിന്നെ ബാക്കിയുണ്ട്, 8 എണ്ണം ഉണ്ടല്ലോ ടോട്ടല്. അപ്പോൾ 2 5 എന്നുള്ള കോമ്പിനേഷൻ പേഴ്സ് ആക്കി മാറ്റാൻ പറ്റുന്ന എത്ര പേഴ്സ് ഉണ്ടാവും? ഇങ്ങനത്തെ എത്ര പേഴ്സ് ഉണ്ടാവും? 6 പേഴ്സ് ഉണ്ടാവും. കാരണം 5 എണ്ണം വരുന്നത് 6 5 വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാ? 6 0 ഇത് മൾട്ടിപ്പിൾ ചെയ്താൽ കിട്ടും. ഓക്കെ, ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആട്ടോ. ഇത് കുറച്ച് നല്ല ലെവലിലൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതാണ് ഇതിലൊരു മെത്തേഡ് ചെയ്യുന്നത്. 2 ഇൻറ്റു 5ൻ്റെ മൾട്ടിപ്പിൾ ആക്കിയിട്ട് എഴുതുക. എന്നിട്ട് എത്ര പേഴ്സ് ഉണ്ടെന്ന് നോക്കാം. മിനിമം പേഴ്സ് എന്ന് വെച്ചാൽ കൂടുതലുള്ളതല്ല, പേഴ്സ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ എത്ര എണ്ണം കിട്ടും നോക്കാം. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ 6 പേഴ്സ് കിട്ടും 2 ഇൻറ്റു 5 വെച്ചിട്ട്. അപ്പോൾ 6 0 ഈ സംഖ്യ മൾട്ടിപ്പിൾ ചെയ്താൽ കിട്ടും. യെസ്, കുറച്ച് പേരൊക്കെ ഉണ്ട്, 12 പേര് ഉണ്ട് ഓൺലൈൻ. അപ്പോൾ ക്ലിയർ ആയത് സാധനം. ഞാൻ ഇത് റെക്കോർഡായിട്ട് വെക്കാമെന്ന് വെച്ചതാണ്. അപ്പോൾ ഇത്രയാണ് മുമ്പ് ചോദിച്ച ഡൗട്ടുകളിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. കഴിഞ്ഞില്ല? ഇനി ഇല്ലല്ലോ? ഇല്ല, ഇത്രയും ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, ഇതൊക്കെ ചില ക്വസ്റ്റ്യൻസൊക്കെ നല്ല ക്വസ്റ്റ്യൻസാണ്. എന്നുവെച്ചാൽ നിങ്ങളൊരു മാർക്ക് ചെയ്ത് ശീലമാണ് കുറച്ചൊക്കെ ഇങ്ങനത്തെ. അതിന് ഞാൻ പറഞ്ഞത് ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇട്ടുള്ളൂ, ഒരു 4-5 ക്വസ്റ്റ്യൻസ് ഇട്ട് കണ്ടുള്ളൂ രാത്രി. അതൊന്ന് ചെയ്ത് നോക്കാം. അതിൻ്റെ ഒരു റെക്കോർഡ് സെഷൻ അങ്ങനെ ഞാൻ ഇട്ട് തരാം, സോൾവ് ചെയ്തിട്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണൽ മെസ്സേജ് അയച്ചോട്ടോ. കാരണം കുറേ പേര് മെസ്സേജ് അയച്ച് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇത് എന്ത് ചെയ്തത്, വീഡിയോ ആക്കിയിട്ടിടാന്ന് വെച്ചത്. ഹലോ സർ, ഇന്ന് ലാസ്റ്റ് കാണിച്ചില്ലേ? കുറച്ചാത്തൊന്ന് കാണിച്ചില്ലേ? 1 മുതൽ 100 വരെ പിന്നെ തിരിച്ചും ഉള്ളത് ആ ക്വസ്റ്റ്യൻ ഒന്ന് കാണിച്ചു തരുമോ സ്ക്രീനില്? അതൊക്കെ ശരി. അതിന്റെ ആൻസർ 17 വരും. ഇതിന്റെ ആൻസർ 17 വരും. 16 നോക്കേണ്ടി വരും. ഞാൻ ചെയ്ത് 10,000 ആണ് കിട്ടുന്നത്. 1 മുതൽ 100 വരെ 5,050 വരും. പിന്നെ തിരിച്ച് 4,950 വരും.
10,000. ശരി. ഓക്കെ, അപ്പം വേറെ ഇപ്പോൾ ഡൗട്ടൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഇനി ഞാൻ ഏകദേശം മെസ്സേജ് അയക്കുന്നൊക്കെ ഞാൻ ഇടാൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ജസ്റ്റ് അഡീഷൻ ചെയ്താൽ മതി. ഒറ്റ 10 100 സ്ഥാനം തെറ്റാണ്ട് അഡീഷൻ ചെയ്താൽ മതി. ഇത് അഡീഷൻ ചെയ്യാൻ നോക്കിയാൽ നിങ്ങൾ എല്ലാത്തിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് 1 2 3 4 അല്ലേ, 4 വരുന്ന ലാസ്റ്റ് 4 വരുന്ന ആൻസർ ഏതാ നോക്കിയതാ. അല്ല, ഒറ്റയുടെ സ്ഥാനത്ത് എല്ലാത്തിലും ഒന്നില്ലേ? ഒറ്റയുടെ സ്ഥാനത്ത് ഇവിടെ ഒന്നുണ്ട്. അപ്പോൾ ആ ഒറ്റയുടെ സ്ഥാനത്ത് 1 കൂട്ടിയാൽ തന്നെ അവസാനം എന്ത് കിട്ടും? ഒരു 4 കിട്ടും. അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് 4 വരുന്ന ഒറ്റ ഓപ്ഷൻ ആൻസർ ഉള്ളൂ, ഓപ്ഷൻ സി. കൂട്ടി നോക്കിയാൽ മതി, വേറെ ഒരു കുഴപ്പമില്ല. ഇല്ല, അതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, അതൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. അതിൻ്റെ ഒരു എന്ത് ചെയ്യുക, ഡൗട്ട് ഉള്ള കുറച്ച് പേര് ചോദിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും പറഞ്ഞുതരാം ഇട്ടിട്ട്. അപ്പോൾ ഇന്നത്തെ സെഷൻ നിർത്തുവാണേ, 10:30 ആയി അല്ല ഏകദേശം. ഓക്കെ, അപ്പോൾ ഗുഡ് നൈറ്റ്. താങ്ക് യു.